നവാവിഷ്ണു ഒരുക്കുന്ന നമ്മുടെ ചിഹ്നം പടയൊരുക്കം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോഴുള്ളത് കോട്ടക്കൽ നഗരസഭാ കാര്യാലയത്തിലാണ്. ഒരു പ്രത്യേകതയുള്ളതെന്നാൽ ഇന്ന് ഇവിടെ ജീവനക്കാർ കഴിഞ്ഞ 5 വർഷം ഇവിടെ കൗൺസിലർമാരായിരുന്നവർക്ക് ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 5 വർഷം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നിച്ച് നമുക്കൊന്ന് കാണാം, അവരുടെ 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാം. തുടർന്ന് നമുക്ക് കോട്ടക്കലെ മെയിൻ വാർഡുകളായ ഈ താഴെ കോട്ടക്കൽ ഭാഗത്ത് നമുക്ക് പര്യടനം ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അതെ. കോട്ടക്കൽ നഗരസഭയിലെ 32 കൗൺസിലർമാർ നമ്മളുടെ പിറകിലുണ്ട്. ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു സെൻഡ് ഓഫ് ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. 32 പേരും പടിയിറങ്ങുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത്? കഴിഞ്ഞ 5 വർഷം ഇവർ കോട്ടക്കൽ നഗരസഭയിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതെന്ന് നമുക്ക് നേരിട്ട് അവരോട് ചോദിച്ചറിയാം. കഴിഞ്ഞ 5 വർഷം കോട്ടക്കൽ നഗരസഭയെ നയിച്ച വ്യക്തികളാണ്. അവസാനം 2 വർഷം ചെയർപേഴ്സണായി ഇരുന്ന് എങ്ങനെ തോന്നുന്നു? കഴിഞ്ഞ 2 വർഷം, അവസാനത്തെ 2 വർഷം പടിയിറങ്ങുമ്പോൾ സംതൃപ്തി എങ്ങനെയുണ്ട്? ആദ്യ 3 വർഷം നമുക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടും അവസാനം 2 വർഷം ചെയർപേഴ്സണായിട്ടും പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ 2 വർഷത്തിൽ നമുക്ക് നിരവധി പൊതുവായിട്ടുള്ളതും അതുപോലെ വാർഡ് തലങ്ങളിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കറിയാം, ഓരോ വാർഡിലെയും ആളുകൾക്ക് അറിയാൻ തിരിച്ചറിയാനുള്ള കാര്യങ്ങളാണ്. ലൈബ്രറി ആണെങ്കിലും ഇൻഡോർ സ്റ്റേഡിയം ആണെങ്കിലും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിലും ഇതെല്ലാം പ്രവർത്തന സജ്ജമായതും ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണ്. മറ്റ് ഓരോ വാർഡിലെയും പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം, അത് കൃഷിയാണെങ്കിലും മൃഗസംരക്ഷണമാണെങ്കിലും പിന്നെ മറ്റ് പൊതുമരാമത്താണുകളെയും എല്ലായിടത്തും നമ്മുടെ സിഗ്നേച്ചർ വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ സന്തോഷകരമാണ്. ഈ പറയുന്ന 5 വർഷക്കാലം മനസ്സിൽ തട്ടുന്ന ഒരു വികസന പ്രവർത്തനം, അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത, ഇന്നും മനസ്സിൽ ഇനി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു? ഒന്ന്, നമ്മൾ കയറിയ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. കോട്ടക്കലിനെ സംബന്ധിച്ച് ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ. കാരണം ഓരോ യുവജന സംഘടനകളും നമ്മളെടുത്ത് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നായിരുന്നു ഇൻഡോർ സ്റ്റേഡിയം എന്ന് തുറക്കുന്നുള്ളത്. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന് ലൈബ്രറി തന്നെയായിരുന്നു. ലൈബ്രറി കെട്ടിടം നമ്മുടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ മുകൾ ഭാഗത്ത് വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളോട് കൂടിയായിരുന്നു. അത് ഏറ്റവും വിപുലമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി. അതിനി ഒന്നുകൂടി ഏറ്റവും മോഡേൺ ടെക്നോളജിക്ക് കൊണ്ടുവരണം. അതടുത്ത ഭരണസമിതി തീർച്ചയായിട്ടും ചെയ്യും. മറ്റത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയട്ടെ, ബസ് സ്റ്റാൻഡിൽ നമ്മുടെ കടമുറികൾ ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ടാസ്ക്കായിട്ട് കിടക്കുകയായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ കൗൺസിലർമാരാണെങ്കിലും പഴയ കച്ചവടക്കാരാണെങ്കിലും നല്ല രീതിയിൽ രമ്യമായിട്ട്, സ്വന്തം വാർഡ് കൂടിയാണ്, അത് തീർച്ചയായിട്ടും അതൊരു ഒരു ടാസ്ക് തന്നെയായിരുന്നു. അത് നല്ല രീതിയിൽ രമ്യമായിട്ട് പരിഹരിച്ചു എന്നുള്ളത് എനിക്ക് മറക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, നമ്മുടെ ലേൺ വെൽ ഹബ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രൊജക്റ്റുകൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിരവധി കുട്ടികൾക്ക് PSC ലഭ്യമായി. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ചേർത്ത് വെക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷം എല്ലാം അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും ഒറ്റക്കെട്ടായി എല്ലാവരും ഉണ്ട്. ഇന്നൊരു സെൻഡ് ഓഫും കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇതിലുള്ള ഒരുപാട് ആളുകൾ ഭരണസമിതി എന്ന് തന്നെ പറയുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 32 എന്ന് പറയുന്നത് ഭരണസമിതിയിലുള്ള ആളുകൾ ഇനിയും മത്സരരംഗത്തേക്കും വരുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? വരുന്നുണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ കൗൺസിലിൻ്റെ ഉള്ളിലാണെങ്കിലും അതിൽ മാത്രമാണ് രാഷ്ട്രീയം നമ്മൾ കൊണ്ടു നടക്കുന്നത്. 32 കൗൺസിലർമാരും ഭരണപക്ഷത്തിൻ്റെ ഭാഗമാണ്, കൗൺസിലർമാരാണ്. അപ്പം ഈ 32 വാർഡിലെയും വികസനങ്ങൾ നമ്മൾ ഒന്നിച്ച് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ കൗൺസിലർമാർ പുതിയ ഇലക്ഷനിലേക്ക് വരുന്നുണ്ട്. അതായത് ഇനി വരുന്ന ഇലക്ഷനിലെ കാൻഡിഡേറ്റ്സാണ്. അവർക്കെല്ലാം വിജയാശംസകൾ നേരുകയാണ്. കാരണം നമ്മുടെ പാർട്ടി എന്ന ആൾക്ക് നമ്മുടെ കാൻഡിഡേറ്റ്സും ഉണ്ട്. അപ്പോൾ വിജയ ആശംസകളാണ്. എന്തായാലും അവർ ചെയ്ത വർക്കുകൾ അവിടെ പ്രതിഫലിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഇപ്പോൾ എന്താണ് ഇത്തവണ ഒരു മത്സരരംഗത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊഫഷണലിനെ ഒന്നുകൂടി ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടുതൽ നോക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷേ പാർട്ടി പ്രവർത്തകയായിട്ട്, സജീവ പാർട്ടി പ്രവർത്തകയായിട്ട് തുടരും.
പടിയിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്നുള്ളത് നമ്മുടെ ഒരു സെൻഡ് ഓഫ് ആണ്. എല്ലാവരും കൂടെ കൂടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് 32 കൗൺസിലർമാരുടെയും ഒന്നിച്ചുള്ള ഒരു പ്രയാണം ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം. അത് നമുക്ക് ഒരു ഗിവൻ ടേക്ക് പോളിസി തന്നെയായിരുന്നു. നമ്മൾ എങ്ങനെയാണോ അവിടെ പെരുമാറുന്നത് അത് തന്നെ ആയിരിക്കും അവർ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാം. ഉദ്യോഗസ്ഥന്മാർ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് കൗൺസിലിൽ നമ്മൾ അംഗീകരിച്ചത് നമ്മളെ AFS, അതായത് 17 കോടിയുടെ ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഒരു കൗൺസിൽ ഇറങ്ങുന്നത്, ഈ ഒരു ഭരണസമിതി പടി ഇറങ്ങുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ അത്രയും അസറ്റ് മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു ഭരണസമിതിയുടെ പടിയിറക്കം. തീർച്ചയായിട്ടും നമുക്ക് ഇനി കാണേണ്ടത് ബ്യൂട്ടിഫിക്കേഷൻ. കോട്ടക്കൽ പോലുള്ളൊരു നഗരത്തിൽ ഒരുവിധം പൊതുമരാമത്ത് പ്രവർത്തികളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി അവർ ചെയ്യേണ്ടത് അവരുടെ കാഴ്ചപ്പാട് കൂടുതലായിട്ട് ബ്യൂട്ടിഫിക്കേഷനും അതുപോലെ നമ്മളെ ട്രാഫിക് റെഗുലേഷനിലും കൂടി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. 5 വർഷം വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഇവിടെ, അതായത് വാർഡുകളിലാണെങ്കിലും ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചെയർപേഴ്സൺ സംസാരിച്ച പോലെ തന്നെ പൊതുവായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം, ലൈബ്രറി, ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ടാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത്. അതായത് ഇനി വരുന്ന തലമുറക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളർന്നു വരുന്ന യുവതയെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി പുറത്തിറങ്ങുന്നത്. വളരെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട്. താങ്കൾ മത്സരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചിഹ്ന വോട്ട് വണ്ടി വാർഡിലെത്തും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ 2020-25 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിലായാലും അതേപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിലും 31ാം വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയിലും നല്ല നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മാലിന്യ സംസ്കരണ മേഖലയിലാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ നഗരസഭ 1ാം സ്ഥാനത്താണുള്ളത്. അതേപോലെ നമ്മുടെ FHSക്ക് നല്ലൊരു ലാബ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യ രംഗത്തും അതേപോലെ മാലിന്യ സംസ്കരണത്തിലും നമ്മൾ കോട്ടക്കൽ നഗരസഭ 1ാം സ്ഥാനത്താണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്നു. എന്താണ് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം? 2020-25 കാലഘട്ടത്തിൽ പുലിക്കോട് വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞാൻ കൗൺസിലറായിട്ട് ഈ ഭരണസമിതിയിൽ എത്തിച്ചേർന്നത്. ഈ ഒരു കാലഘട്ടം നമ്മുടെ ഈ ഭരണസമിതിക്ക് ഒന്നായിട്ട് എല്ലാ മേഖലയിലും പലതരം വികസനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർച്ചയായിട്ടുള്ളൊരു പരിപാടിയാണല്ലോ ഈ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി തുടർന്ന് മറ്റുള്ള മേഖലകളിൽ എല്ലായിടത്തും നല്ല നിലയിൽ എത്താൻ കഴിയട്ടെന്നും നല്ലൊരു സംതൃപ്തിയോടെ എല്ലാ വികസന മേഖലകളും നടത്താൻ പറ്റിയിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തിയോടെയാണ് നമ്മൾ പടിയിറങ്ങുന്നത്. എങ്ങനെയുണ്ട് ഈ 5 വർഷത്തിൽ? നല്ല രീതിയിൽ തന്നെ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം? കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ സ്വയം കരുതുന്നത്. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക വികസനത്തെക്കുറിച്ചും വികസന മുരടിപ്പിനെക്കുറിച്ചും പറയേണ്ടുന്ന ഒരു സമയമല്ല ഇത് ഇന്നത്തെ ഈ സമയം എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വരുന്നുണ്ട്, കൂടുതലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ 32 കൗൺസിലർമാർ വളരെ നല്ല രീതിയിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ള രീതിയിലല്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ പല വിമർശനങ്ങളും, കാരണം പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ബാക്കി 5 വർഷം വളരെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഈ പടി ഇറങ്ങുന്ന ഈ സമയത്ത് ഞങ്ങളിൽ 1-2 പേര് വീണ്ടും മത്സരിച്ച് വീണ്ടും കൗൺസിലറായി വരും എന്ന് 100% വിശ്വാസമുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മറക്കാനാവാത്തത് എന്താ? ഒരു അനുഭവം ഉണ്ടല്ലോ മനസ്സിൽ, ഇത് നല്ല കാര്യമായിരുന്നു അല്ലെങ്കിൽ ഇത് മോശപ്പെട്ട കാര്യമായിരുന്നു? അത് എങ്ങനെയാണോ വാർഡത്തെ കാര്യമാണോ? വാർഡിലല്ല, മൊത്തം കോട്ടക്കൽ നഗരസഭയുടെ പൊതുവെ ആയിട്ട്. കാരണം ഭരണപക്ഷം എന്നാണല്ലോ ടോട്ടലി പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിൽ തട്ടുന്ന ഒരു വികസന പ്രവർത്തനമാവാം കോട്ടക്കലിൻ്റെ ഒരു കാര്യം. മനസ്സിൽ തട്ടുന്ന ഒരു വികസന പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലങ്ങനെ തട്ടുന്ന ഒരു പ്രത്യേകിച്ച് മൊത്തത്തിൽ നഗരസഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു വികസന പ്രവർത്തനം നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ബസ് സ്റ്റാൻഡ് ഇപ്പോഴും അപൂർണമായിട്ട് തന്നെ കിടക്കുകയാണ്. ലാസ്റ്റ് ഇൻഡോർ സ്റ്റേഡിയം അതും ഒരു തട്ടിക്കൂട്ടിൽ, അതിലും വിജിലൻസ് മറ്റു പല പ്രശ്നങ്ങളും അതിലുണ്ട്. ബാക്കി എടുത്തു പറയത്തൊക്കെ ഒരു മാലിന്യം പ്രധാനമായിട്ടും അറിയാമല്ലോ. ഇവിടുത്തെ കോട്ടക്കൽ നഗരസഭയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഇത്തരം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും MCFൻ്റെ വർക്കുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ പിന്നെ എന്താണ് നമ്മളങ്ങനെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാൻ മനസ്സിൽ തട്ടുന്ന എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് എനിക്ക് കൂടെ പറയാനുള്ളത്. വീണ്ടും മത്സരരംഗത്തേക്ക് വാർഡൊന്ന് മാറിയാലും വീണ്ടും മുനിസിപ്പാലിറ്റിയിലേക്ക് തന്നെ തിരിച്ച് ആ പടി ഇറങ്ങിയല്ല, ഞാൻ ഈ പടി ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഉടനെ തന്നെ കയറുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ 5 വർഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വാർഡിലും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു. അതിന് ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നുമില്ലാതെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. അതിനൊക്കെ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിഞ്ഞു. 5 വർഷം കൊണ്ട് മറക്കാനാവാത്ത ഒരുപാട് നേട്ടങ്ങൾ വാർഡിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ചിഹ്നം വോട്ട് വണ്ടി വാർഡിലേക്ക് വരും. ബാക്കിയുള്ളത് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും വീണ്ടും ഒരു മത്സരരംഗത്തേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ട്? കാരണം രാജാസ് പോലുള്ള ഒരു എന്താ പറയുക, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിൽ തന്നെയാണ് ഇത്തവണയും. ഒരുപാട് വികസനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാം. അത് മുനിസിപ്പാലിറ്റിയുടെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വോട്ടർമാരുടെ അടുത്തുനിന്ന് ഉള്ള ഒരു കാര്യം നമുക്ക് അവിടുന്ന് ചർച്ച ചെയ്യാം. പക്ഷേ ഈ 5 വർഷം ഇവിടുന്ന് പടി ഇറങ്ങുമ്പോൾ എന്ത് തോന്നുന്നു? പടി ഇറങ്ങുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ്. ഞങ്ങൾ നല്ല അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭരണപക്ഷം ഒന്നിച്ച് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 5 വർഷത്തെ ഒരു ഇത് നോക്കുമ്പോഴേ ഏറ്റവും മനസ്സ് തട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് കേട്ടോ, ഇതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവർ വീടുകളിൽ വരുമ്പോഴും നമുക്കറിയാം, നമ്മുടെ ചുറ്റുള്ള അങ്ങാടികളും റോഡ് സൈഡും ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം. കുർബാനയിൽ തന്നെ അതിൻ്റെ മാറ്റം നന്നായിട്ട് അറിയാം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് തട്ടുന്നതായിട്ട് നിൽക്കുന്നതും. അവരെയാണ് നമ്മൾ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇനി പടി ഇറങ്ങുന്നു എന്ന് പറയുന്നില്ല, തിരിച്ച് കയറും തന്നെയാണ്. കയറുമെന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ വിധി എഴുതട്ടെ. ജനവിധിയാണല്ലോ. എൻ്റെ കുർബാനക്കാർ എന്നെ ചേർത്ത് പിടിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഒരു വോട്ടിന് വിജയിച്ച് വന്ന് ഒറ്റക്കെട്ടായി ഇവിടെ കഴിഞ്ഞ 5 വർഷം നിൽക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? നിൽക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. എന്ന് വെച്ചാൽ നാട്ടിലുള്ളവരാരും പാർട്ടി നോക്കിയിട്ടല്ല എന്നെ ഈ നിലയിൽ ഇതിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ആ സന്തോഷം എല്ലാവരോടും ഉണ്ട്. പിന്നെ അതേമാതിരി എല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ സന്തോഷം. ആരോടും ഒരു എതിർപ്പും വന്നിട്ടില്ല. ഇല്ലല്ല, ഇനിയും അതേമാതിരി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്ത് തോന്നുന്നു? പടിയേറുമ്പോൾ വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങളോട് തന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ സാധിച്ചു. അത് നല്ലൊരു ജനങ്ങൾ ആവശ്യപ്പെട്ട എന്നെ കൗൺസിൽ സ്ഥാനത്തേക്കായപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങളും അവരെ ആഗ്രഹത്തിനനുസരിച്ച് കൊള്ളാൻ നമുക്ക് പറ്റി, പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളതിൽ ആത്മവിശ്വാസമുണ്ട്. ഒരു സന്തോഷത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി അതിനെ പിന്തുണച്ച ഭരണസമിതിയോടും പിന്നെ അതുപോലെ എൻ്റെ നാട്ടുകാരോടും നന്ദി പറയാനാണ് ഈ അവസരം എനിക്ക് ഉപയോഗപ്പെടുത്തുന്നത്. എങ്ങനെയുണ്ട് കഴിഞ്ഞ 5 വർഷം? 5 വർഷം കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാ വാർഡുകളിലും 32 വാർഡുകളിലും പശ്ചാത്താപമില്ലാതെ ഞങ്ങൾ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം വന്ന് ഭരണപക്ഷം വന്ന് നമ്മൾ നോക്കിയിട്ടില്ല. 32 വാർഡും ഒരേപോലെ എല്ലാ വികസന കാര്യങ്ങളിലും, പ്രത്യേകിച്ച് പൊതുമരാമത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും നമ്മൾ എല്ലാ വാർഡുകളും നല്ലതായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും UDF എന്നൊരു സംവിധാനം തന്നെ കോട്ടക്കൽ നഗരസഭയിൽ എത്തുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 100% UDF തന്നെ കോട്ടക്കൽ നഗരസഭ ഭരിക്കുന്നത്. ചെയർപേഴ്സൺ എടുത്തൊരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. പൊതുവെ നമ്മുടെ ചിഹ്നം യാത്ര തുടർന്നപ്പോഴേ കോട്ടക്കൽ നഗരസഭയിൽ കുടിവെള്ള പ്രശ്നം അതൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം കുടിവെള്ള സ്രോതസ് ഇല്ല എന്നതൊക്കെ സത്യസന്ധമായ കാര്യം തന്നെയായിരിക്കാം. പക്ഷേ ഇതിനൊരു പരിഹാരം കാണാൻ എന്തെങ്കിലും? കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ച് നമ്മളെ ഒരു പ്രദേശത്തിൻ്റെ കിടപ്പനുസരിച്ച് നമുക്കൊരു കുടിവെള്ള സ്രോതസ്സില്ല. നമ്മൾ ആശ്രയിക്കുന്ന മുഴുവൻ പറപ്പൂർ പുഴ തന്നെയാണ്. പക്ഷെ അതിലൊക്കെ വളരെ കുറഞ്ഞ സ്രോതസ്സ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ KWയുടെ പൈപ്പ് ലൈൻ പോകുന്നത്. പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. MLAയുടെ പ്രത്യേക ഇൻട്രസ്റ്റ് പ്രകാരം തന്നെയാണ് ജൽജീവൻ മിഷൻ കോട്ടക്കൽ നഗരസഭയ്ക്ക് ലഭ്യമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 37 ലക്ഷം നമ്മൾ ആദവനാട് ഒരു സ്ഥലം എടുക്കാനും അവിടെ വലിയൊരു വാട്ടർ ടാങ്ക് കൊണ്ടുവന്ന് അതിനുശേഷം വലിയ പറമ്പ് അതുപോലെ തന്നെ മരവട്ടം ഭാഗത്ത് 2 ടാങ്ക് വന്ന് ജൽജീവൻ മിഷൻ്റെ പദ്ധതി പൂർത്തീകരിച്ചാൽ 16 കോടി നമുക്ക് അമൃതിൽ പാസ്സായിട്ടുണ്ട്. ഈ ജൽജീവൻ മിഷനും അമൃതും കൂടെ കൂടുമ്പോൾ കോട്ടക്കൽ നഗരസഭയുടെ ഈ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ സ്രോതസ്സുമായി ഭാരതപ്പുഴയിൽ നിന്നുള്ള സ്രോതസ്സായി അവിടുന്ന് ജൽജീവൻ മിഷനും ബാക്കി നമുക്ക് അമൃതും കൂടെ വരുമ്പോഴേക്കും പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റും. അത് എനിക്കറിയാം, നിങ്ങൾ പോകുമ്പോൾ എല്ലാ വാർഡിലും നേരിടുന്ന ഒരു പ്രശ്നം കുടിവെള്ളം തന്നെയായിരിക്കും. അതിന് പൂർണ്ണ പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും.
എന്തുണ്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ചിഹ്നത്തിൽ കണ്ടതാണെങ്കിലും ഇങ്ങനൊരു സെൻഡ് ഓഫിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം? ഏറ്റവും സന്തോഷകരമായ വിഷയമാണ്. നമുക്ക് ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ 5 വർഷം കടന്നുപോയത് അറിഞ്ഞതുപോലെ സംതൃപ്തിയോട് കൂടി ഇറങ്ങിപ്പോകുന്ന പറയുമ്പോൾ ഏറ്റവും നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നതിന് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിലപ്പുറം ഇവിടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലം തന്നെയാണിത്. ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തിയുണ്ട്. പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആ ആത്മസംതൃപ്തിയോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് പടിയിറങ്ങുന്നത്. തീർച്ചയായിട്ടും UDF തന്നെ 35-ൽ 28 സീറ്റും തിരിച്ചു വരുന്നുള്ള ശുഭാപ്തി വിശ്വാസം. കോട്ടക്കൽ നഗരസഭ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ വന്നിട്ട് വർഷങ്ങളാവുന്നുള്ളൂ. പക്ഷേ വന്ന ഒരു കാലത്തിൽ കോട്ടക്കലിലെ ഭരണസമിതി എൻ്റെ പ്രതിപക്ഷ ഭരണം കുറച്ചും കൂടെ ഒന്നിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോകാൻ പറ്റിയൊരു ഭരണസമിതിയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നല്ല വികസന പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചിട്ട് തന്നെയാണ് മുൻ ഭരണസമിതി പടിയിറങ്ങുന്നത്. അതെ, നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വളരെ സന്തോഷമുണ്ട്. ആകെ 2 വർഷമാണ് ഈ ഭരണസമിതിയിൽ തുടരാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഭാഗമാക്കാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ വാർഡിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് മിനി റോഡാണ്. അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും നീക്കി ഇപ്പോൾ ഓപാലത്തിന് പണി കഴിഞ്ഞ് ഉണങ്ങാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞാൽ റോഡ് പണി തുടങ്ങാനുള്ള നല്ല റെപ്പറൈസ്ഡ് റോഡാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നടക്കും. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. മിനി റോഡ് യാഥാർത്ഥ്യമാകും. എന്താണ് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ബാധിച്ചിരുന്ന ഒരു പ്രശ്നമാണ് മാലിന്യം. അപ്പോൾ 1.25 കോടി രൂപ ചെലവഴിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ പുതിയൊരു MCF യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിൻ്റെ വർക്കിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് പദ്ധതികൾ 4-ാം വാർഡിൽ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാബിൽ പുതിയൊരു ലാബ് കെട്ടിടം വന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസ് പുതിയൊരു ബിൽഡിംഗ് ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി. പിന്നെ ലൈബ്രറി 4-ാം വാർഡിലാണ്. പിന്നെ ഈ ഓഡിറ്റോറിയം തന്നെ ഏകദേശം 70 ഒരു ഹൃദയം തന്നെ 4-ാം വാർഡാണ്. അപ്പോൾ ഏകദേശം ഒരു 70 ലക്ഷത്തോളം രൂപ ചെലവിച്ച് ഇപ്പോൾ ഈ ഓഡിറ്റോറിയം നവീകരണ പ്രവൃത്തിയിലാണുള്ളത്. നല്ല സീലിംഗ് ഒക്കെ ആണ്, കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇറങ്ങുമ്പോൾ എന്താണ് നല്ല സംതൃപ്തി? കഴിഞ്ഞ 5 വർഷം മയിലാടി പ്രത്യേകിച്ചും ഏറെ വിവാദമുണ്ടാക്കിയ ഒരു സാധനം തന്നെയാണ്. ഇപ്പോഴും അവിടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നടന്ന് കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം പടിയിറങ്ങുമ്പോൾ? എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 5 വർഷം നമ്മൾ ഏറ്റെടുത്ത ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ത്യന്നൂർ മരവട്ട റോഡ് അതൊരു നടക്കൂല എന്നുള്ള പ്രതീക്ഷയല്ല. നമ്മളോട് ആരും എന്ത് ചോദിച്ചാലും അത് നടക്കില്ല എന്നുള്ളത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒന്നടക്കം ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞു. പക്ഷേ 4.5 വർഷം കഴിഞ്ഞ് പാർട്ടിയിലുള്ള എല്ലാവരും അവിടെ ഒരു ME ഉണ്ടായിരുന്നു, പ്രത്യേകം എടുത്ത് പറയുകയാണ് മാഡം അതിനു വേണ്ടി അത് നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നത് തീരാത്തൊരു സന്തോഷം. അത്രയ്ക്കും സന്തോഷത്തിലാണ് മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. പിന്നെന്താ ഇനിയൊരു 2-3 വർക്കുണ്ട്. അത് ഇപ്പോൾ ഇതിൻ്റെ സമയമായതുകൊണ്ട് പെരുമാറ്റച്ചട്ടമുള്ളതുകൊണ്ട് അങ്ങനെ അവിടെ വെച്ചതാണ്. അതും നടക്കും. 5 വർഷം വളരെ സന്തോഷത്തോടെയായിരുന്നു. 2 ജോലിയും കൂടി ആയപ്പോൾ അതും കൂടി സന്തോഷത്തിൽ തുടർന്ന് പോയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ജനങ്ങളുടെ കൂടെ തന്നെ ജനങ്ങളുടെ കൂടെ തന്നെയാണ് ഇന്നും. ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഇനി അടുത്ത് മത്സരിക്കാൻ വന്ന് ഞങ്ങൾ ഒന്നടങ്കം കൂടുതൽ ഭൂരിപക്ഷത്തോടെ സുപേറിനെ ജയിപ്പിക്കാനുള്ളൊരു പരിപാടിയും കൂടിയാണ് അവിടെ. എങ്ങനെയുണ്ട് കഴിഞ്ഞ 5 വർഷം? കഴിഞ്ഞ 5 വർഷം അതിമനോഹരമായിരുന്നു. ജനങ്ങൾ നൽകിയ ഒരു അവസരം, അവരുടെ ആശയങ്ങൾ, അതുപോലെ അവരുടെ നിർദ്ദേശങ്ങൾ അത് നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. അത് എൻ്റെ പരമാവധി ഞാൻ വിനിയോഗിച്ചിട്ടുള്ളതെന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിന് ശേഷമാണ് പടിയിറങ്ങുന്നത്. ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തുടക്കത്തിലുള്ള ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് നമ്മളെ ഭരണസമിതിക്ക് തുടക്കം കുറിക്കുന്നത്. കോവിഡ് സമയത്താണ്. പദ്ധതിക്ക് വേണ്ടിയ പണം നമുക്ക് ലഭ്യമല്ല. അത് കേന്ദ്ര വിഹിതമാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണെങ്കിലും പോലും നമുക്ക് പണം ലഭ്യമല്ലാത്തതുകൊണ്ട് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾക്ക്
വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും ആയിരുന്നു കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പടിയിറങ്ങുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള പദ്ധതികളെല്ലാം 95% പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ബോധ്യത്തിലാണ് ഞങ്ങൾ പടിയിറങ്ങുന്നത്. 5 വർഷത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മറക്കാനാവാത്ത ഒരു അനുഭവമുണ്ട്. മറക്കാനാവാത്ത അനുഭവം, അങ്ങനെ അനുഭവങ്ങളൊക്കെ മറക്കണം എന്നുള്ളതാണ്. പല അനുഭവങ്ങളും മറക്കണമല്ലോ, അപ്പോൾ അത് മറന്നതാണ്. ഇനി അത് ഓർത്തെടുക്കാൻ പറ്റില്ല. മറക്കാനാവാത്ത അനുഭവം എന്നില്ല. നല്ല ബന്ധങ്ങളാണ്, നല്ല സൗഹൃദങ്ങൾ, നല്ല സ്നേഹബന്ധങ്ങൾ. കാരണം ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വന്നത്. കോവിഡ് സംബന്ധിച്ച ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും എല്ലാവരും അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമേനെ എല്ലാവരും ഒരുപോലെയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഈ ഒരു ഭരണസമിതിക്ക് അങ്ങനെ ഒരു നേട്ടം കൂടിയുണ്ട്. എല്ലാവരും വ്യക്തിപരമായിട്ട് നല്ല സംതൃപ്തിയോടെ കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത്. 100% സംതൃപ്തിയോട് കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത്. കോട്ടക്കൽ നഗരസഭയിലെ 4-ാം ഡിവിഷൻ പാറയിൽ സ്ട്രീറ്റിലെ UDF സ്ഥാനാർത്ഥി ശ്രീ വടക്കൻ വേലായുധൻ നമ്മുടെ കൂടെ ഉണ്ട്. കൂടെ പ്രവർത്തകരുമുണ്ട്. നമുക്ക് നേരിട്ട് ചോദിക്കാം ഇവിടുത്തെ ഈ വാർഡിലെ ഒരു സ്ഥിതിഗതികളൊക്കെ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രചരണമൊക്കെ? നല്ല നിലയിൽ പോകുന്നുണ്ട്. ഇന്നലെ വാർഡിന് ഞാൻ ഉണ്ടാവും. നമുക്കറിയുന്ന കാര്യമാണ്, ഇത് കാലാകാലങ്ങളായിട്ട് UDFൻ്റെ കയ്യിലുള്ളൊരു വാർഡ് തന്നെയാണ്. ഇത്തവണ വല്ല മാറ്റം ഉണ്ടാവും അങ്ങനെ ഇതൊന്നുമില്ല, അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല അല്ലേ? ഇന്ന ഒരു മാറ്റമൊന്നുമില്ല. പാരമ്പര്യം പോകുന്ന ഒരു വാർഡാണ്. ഉണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നല്ല കാര്യമാണ്. എല്ലാവരും ഉണ്ട്. ഇത് നമ്മുടെ കോട്ടക്കലിലെ ഒരു മെയിൻ സെൻറ്റർ തന്നെയാണ് പാറയിൽ സ്ട്രീറ്റ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും വികസനമൊക്കെ വേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ടോ? വികസനം ഇന്ന് വരാറുണ്ട്. അപ്പോൾ വികസനം അവർ വാർഡിന് കൊണ്ടുവരും. എന്തൊക്കെയാ പറയാനുള്ളത് ഈ വാർഡിലെ മൊത്തം കാര്യങ്ങളൊക്കെ എങ്ങനെ? വാർഡിനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ് ഇത്. ഇപ്പോൾ 816 വോട്ടാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 1000-ൽ പരം വോട്ടുകളുണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു. കുറച്ച് ഭാഗങ്ങൾ പോയെങ്കിൽ കുറച്ച് കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഈ വാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാരൊക്കെ മത്സരിച്ചിട്ടുള്ള വാർഡാണ്. പാറോളി മൂസക്കുട്ടി ഹാജി, അത് കഴിഞ്ഞതിന് ശേഷം ഉസ്മാൻകുട്ടി, സുലൈഖ ബി, ഡോക്ടർ അനീഷ ഈ വാർഡിലാണ് അപ്പുറത്ത് മത്സരിച്ചത്. അതേപോലെ ഓരോരുത്തരും നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചൊരു വാർഡാണ്. വൈസ് പ്രസിഡന്റ് വരെ ഉണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു. പ്രസിഡൻറ്റും ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 22 ലക്ഷം രൂപയുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമുള്ള റോഡ്, ഒരു 6-7 ലക്ഷം രൂപയുടെ ഭവന നിർമ്മാണ പദ്ധതികൾ. പിന്നെ പ്രത്യേകിച്ച് ഈ വാർഡിൽ മുനിസിപ്പാലിറ്റി മൊത്തത്തിൽ അങ്ങനെയാണ്. സാമൂഹ്യ സേവന മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പാവപ്പെട്ട ആളുകളായ വയോജനങ്ങളെയും വൃദ്ധരെയും കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നഗരസഭയും അതുപോലെയുള്ളൊരു വാർഡുമാണത്. ഇവിടെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വയോജന ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അവരെ നമ്മുടെ യാത്ര കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കെല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. വൈകല്യം ബാധിച്ച ആളുകൾക്കൊക്കെ വികലാംഗർക്കുള്ള ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിധവകളായ സ്ത്രീകൾക്ക് അവർക്ക് ഭവന നിർമ്മാണ പദ്ധതി കൊടുത്തിട്ടുണ്ട്. വീട് നന്നാക്കാൻ ആവശ്യമുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. SCക്ക് അതുമാതിരി കൊടുത്തിട്ടുണ്ട്. SCകളെ പ്രത്യേകം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വരാൻ പോകുന്നതും നമ്മൾ മെമ്പർ SC ആണത്. അപ്പോൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ആവശ്യമായ സ്കോളർഷിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ചുരുങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ 5 വർഷം കൊണ്ട് ഇവിടെ ഇപ്പം നിലവിലുള്ള കൗൺസിലറുടെ നേതൃത്വത്തിൽ UDFൻ്റെ ഭരണസമിതി, അതായത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി, KK നാസർ ഇവിടെ ചെയർമാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അറിയാമല്ലോ, അനീഷുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു ഉറച്ച തന്നെയാണ്. ഞങ്ങൾക്ക് യാതൊരു തരം സംശയങ്ങളോ അങ്കലാപ്പോ ഈ വാർഡിനെ സംബന്ധിച്ചില്ല. പ്രത്യേകിച്ചും താങ്കളുടെ ഭാര്യ, മകൾ ഒക്കെ ഈ നഗരസഭയുടെ അധികാരം കൈയാളിയ വ്യക്തികളാണ്. അതിന് ഒതുക്കുന്ന എന്താണ് മകളും ഭാര്യയും ഉണ്ടായിരുന്നു. ഈ കോട്ടക്കലിൻ്റെ ഒരു സമഗ്ര വികസനത്തിന് വേണ്ടി താങ്കളുടെ കുടുംബത്തിൽ നിന്ന് എന്താണ് ഒരു പ്രത്യേക പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നത്?
ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇവിടെ പിന്നെ നമ്മളെ മനസ്സിലുണ്ടായിരുന്നത് കാര്യം കുടുംബശ്രീ എന്നുള്ള വനിതകളുടെ ശാക്തീകരണം, അതിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയായിരുന്നു സുലൈഖാബി. കുടുംബശ്രീയിലെ പിന്നെ തുടക്കം മുതൽ അതിൽ പ്രവർത്തിച്ചിരുന്നതും അവാർഡൊക്കെ കിട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ കൂടുതൽ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കാനും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി ലോക്കൽ ഗവേണൻസ്, ശിശു സൗഹൃദ പിന്നെ മുനിസിപ്പാലിറ്റിയാണ്. അത് വേറെ എവിടെയും മുനിസിപ്പാലിറ്റി കിട്ടിയിട്ടില്ല. ബാലസൗഹൃദ നഗരസഭ. ആ നഗരസഭയിൽ പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി നടത്താൻ സാധിച്ചിട്ടുണ്ട്. സ്മാർട്ട് അംഗനവാടികളുണ്ട്, അതുപോലെ തന്നെ പാർക്കുകളുണ്ട്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഞങ്ങളിപ്പോൾ ഞാനായാലും അല്ല നമ്മുടെ പിന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ എൻ്റെ ഭാര്യയോ എൻ്റെ മകളോ എന്നുള്ള നിലക്കല്ല, മൊത്തത്തിലിവിടെ UDFൻ്റെ പിന്നെ സ്ഥാനാർത്ഥികളാണല്ലോ ഉള്ളത്. അവരൊക്കെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കുക, അവരെ കൂട്ടിപ്പിടിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അതന്നെ. താങ്കളെ ഒരു ഗായകൻ കൂടിയാണ്. പാട്ടുകൾ ചിട്ടപ്പെടുത്തി തൊട്ടടുത്ത വാർഡുകളിലും ഒക്കെ പാട്ടുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. ഏതായാലും ആ ഒരു ഗാനത്തോട് കൂടി നമുക്ക് തുടങ്ങാം. അല്ലല്ല, ഗാനം ഇപ്പോഴില്ല. അല്ല, രണ്ടുപേരും പാട്ട് പാടാലോ? അല്ലല്ല, ഇപ്പോൾ പാടാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പ്ലീസ്, പിന്നെ ഞാൻ എൻ്റെ മൂഡിലല്ല. ഇപ്പോൾ വേലേതിനെ പറ്റി പറയുകയാണെങ്കിൽ, വേലേതൻ ചെറുപ്പം മുതൽ തന്നെ മുസ്ലിം ലീഗിനെ അടിയുറച്ച് വിജയിക്കുന്ന ഒരാളാണ്. എൻ്റെ ചെറുപ്പത്തിൽ, അതായത് എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓട്ടോറിക്ഷ, അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് വന്നതാണ് ഈ വേലേതിന്. അപ്പോൾ ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടുന്ന് കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ സമ്മേളനത്തിൽ വയ്ക്കും, മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വയ്ക്കണം. അത്ര സ്പ്രിറ്റുള്ള ആളാണ് വേലേതിന്, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവിധ ഞങ്ങൾ ഈ വാർഡ് ഒന്നടങ്കം വേലേതിന് സപ്പോർട്ടിൻ്റെ വേലേതിന് ബാക്കിലുണ്ട്. ഞങ്ങൾ വേലേതിന് എല്ലാ ഭൂരിപക്ഷവും നടത്തി കണ്ട് വിജയിക്കുന്നുള്ള ഒറ്റ വിശ്വാസമാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും പറയാനില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളെ എതിർ സ്ഥാനാർത്ഥി. അയാളുടെ പേര് വിനോദ മാഷാണ്. സഖാവ് വിനോദാണ്. അപ്പോൾ സഖാവ് വിനോദം എന്ന് വെച്ചാൽ വളരെ അണ്ടർസ്റ്റുഡാണ് എന്ത് CPMൻ്റെ ആളാണെന്ന്. ആ CPMൻ്റെ ആളായിട്ട് പോലും അദ്ദേഹത്തിനൊരു പാർട്ടി ചിഹ്നത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ. കാരണം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പേടിച്ചിട്ടാണല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ പരമ്പരാഗതമായിട്ട് UDFൻ്റെ കയ്യിലുള്ള വാർഡാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോട്ടക്കൽ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന UDFൻ്റെ നമ്മുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും ചോദിച്ചാൽ വേലാതിനായിരിക്കും. അത്രമാത്രം ശോപ്രതീക്ഷയോട് കിട്ടും ഞങ്ങൾ. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ് താങ്കൾ. ഇപ്പോൾ ഈ വോട്ടർ എന്ന നിലയിൽ ഇവിടേക്ക് ഇപ്പോൾ പുതിയതായിട്ട് കയറി വന്നതാണ്. മുനിസിപ്പാലിറ്റിയിൽ സജീവ പ്രവർത്തകരും കൂടിയാണ്. UDFൻ്റെ ഒരു ഐക്യം എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ട മണ്ഡലം പ്രസിഡൻ്റാണ്. ഒരു പാർട്ടി സംവിധാനമാകുമ്പോൾ അങ്ങനെയല്ലോ. എനിക്ക് പാർട്ടിയുടേതായിട്ടുള്ള നിലവിൽ ചുമതലയില്ല. അപ്പോൾ അതുകൊണ്ട് ആധികാരികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കേണ്ടത് മണ്ഡലം പ്രസിഡൻ്റാണ്. അദ്ദേഹവുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടക്കൽ UDF എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ വാർഡിലെ ഒരു UDFൻ്റെ സംവിധാനവും കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായിട്ട് തന്നെ? സംശയം എന്താ, ഞാൻ UDFൻ്റെ ചെയർമാനല്ലേ, യാതൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത്, നമ്മൾ രാവിലെ ഞാൻ UDFൻ്റെ ചെയർമാനാണ്. ജനറൽ കൺവീനർ കുഞ്ഞാലടക്കമുള്ള ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിന് വിജയത്തിൽ നിൽക്കുക. അത് കോട്ടക്കൽ നഗരസഭയിൽ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാകുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു സ്ഥാനാർത്ഥി നിർണ്ണയം ചർച്ചയൊക്കെ വരുമ്പോൾ അതിൻ്റേതായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റക്കെട്ടാണല്ലോ. കോട്ടക്കൽ നഗരസഭയിൽ അങ്ങനെ UDFും കോൺഗ്രസും യാതൊരു ഭിന്നതയുമില്ല. 35 വാർഡിലും എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നു. അതിൽ യാതൊരു ആശങ്കയും. എന്താണ് ഇനി ഇവിടെ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനം? ഈ വാർഡിലേക്ക് പ്രധാനമായി ഇപ്പം രക്ഷിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ കോട്ടക്കൽ നഗരസഭ വയോജന സൗഹൃദ നഗരസഭയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇടത്തുണ്ടെങ്കിലും ഞാനതിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്, പ്രസിഡൻ്റാണ് സുലേഖാത്ത. ഞാനതിൻ്റെ ജനറൽ കൺവീനറാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോട്ടക്കൽ നഗരസഭയിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു പകൽ വീട് നമുക്ക് കണ്ടെത്തണം. അത് കഴിഞ്ഞ് എല്ലാ വാർഡുകളിലും പകൽ വീട്, നമ്മൾ ഈ വാർഡിൽ തീർച്ചയായിട്ടും നമ്മളൊരു പകൽ വീട് ഞങ്ങൾ സാക്ഷാത്കരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾക്കുള്ളൊരു, ഞാനിവിടെ പുതിയ വീട് വെച്ച് താമസിക്കാൻ വന്ന ഒരാളാണ്. ഇവിടെ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഏത് വീടുകളിലേക്ക് ചെല്ലുമ്പോഴും വീട്ടിലെ ഉമ്മമാർ കയറുക, വേലാതിരിക്കൂ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ വീട്ടിലൊരു കുടുംബാംഗമായിട്ടാണ് വേലാതിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായും 24 മണിക്കൂറും ഈ നാടിന് സേവനം ചെയ്യാൻ പര്യാപ്തനായിട്ടുള്ളൊരു ജനപ്രതിനിധിയായിട്ട് വേലാതിന് ഇവിടെ ഉണ്ടാകും. കോട്ടക്കൽ നഗരസഭയുടെ ആസ്ഥാനമാണ് ഈ 4-ാം വാർഡ്, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടക്കൽ ഈ 4-ാം വാർഡിൻ്റെ പരിധിയിൽ വരുന്നപ്പോൾ ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറിയിലൊക്കെ ഇനി എത്രമാത്രം നമ്മൾക്ക് ലൈബ്രറി ഉണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അപ്പോൾ ആധുനിക ലാബ്, തീർച്ചയായും യൂത്തിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഈ 4-ാം വാർഡിൽ എല്ലാ യൂത്തിനെയും അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളെയൊക്കെ മുൻനിരയിൽ കൊണ്ട് എല്ലാ മേഖലയിലും, കുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ, എല്ലാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു മോഡൽ വാർഡായിട്ട് ഞങ്ങൾ 4-ാം വാർഡിന് കോട്ടക്കൽ ദിവസം മാറ്റിയെടുക്കും. യാതൊരു തർക്കവും.
വേലായുധൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരിൽ ഒരാളാണ്. ഇവിടുത്തെ സാധാരണക്കാരൻ നെഞ്ചിലേറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇവിടെ ഈ വാർഡ് സംവരണ വാർഡായപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിനെ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ ഇടയിലുള്ള ആളാണ്, എല്ലാവർക്കും വേണ്ടി അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളാണ്, സാധാരണക്കാരൻ്റെ ഇടയിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ സന്ദീപ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാരവാഹി നിൽക്കൊരു ചെറിയ മറുപടി പറയണേ. കോട്ടക്കലിലെ UDF സംവിധാനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മറ്റു സ്ഥലത്തും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ ഈ വാർഡിൻ്റെ 35 വാർഡിലും ഈ പാർട്ടീൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കറങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായതാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നേതാക്കന്മാർ ഇടപെട്ടിട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ UDF സംവിധാനം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അപ്പോൾ അത് അടുത്ത് വരുന്ന റിസൾട്ടിൽ അത് പ്രതിഫലിക്കുന്നു. എത്ര സീറ്റുകൾ കിട്ടാനാണ് സാധ്യത? ഞങ്ങളിവിടെ 28 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു. അതിൽ വലിയ കുറവൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. UDF സംവിധാനം ഇവിടെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലത്തൊക്കെ ചില സീറ്റുകളൊക്കെ ഞങ്ങൾ സംസ്ഥാന നേതൃത്വത്തൊക്കെ ഇടപെട്ടിട്ടൊക്കെയാണ് തീരുമാനമായത്. ഈ പ്രാവശ്യം ആ തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒക്കെ ഇവിടുത്തെ ഈ പിന്നെ പഞ്ചായത്ത് തലത്തിൽ, മുനിസിപ്പൽ തലത്തിൽ തന്നെ കോൺഗ്രസും ലീഗും ഇടപെട്ടിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ടൈമിൽ തന്നെ 3-2 3 വർഷം ഒരു ചെയർപേഴ്സൺ, 2 വർഷം മറ്റൊരു ചെയർപേഴ്സൺ. ഈ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഭരണമായിരുന്നു. 3-2 പാർട്ടി വിഭജനമൊന്നുമില്ല. ഈ ചില സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായി. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് കൂട്ടരും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ സമയത്ത് വന്ന വികസനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ അതിന് ഒരു കുറവോ കുറ്റമോ ഞങ്ങൾ പറഞ്ഞില്ല. അന്നത്തെ സാഹചര്യത്തിൽ അന്ന് വരുന്ന അജണ്ടകളും അന്ന് വരുന്ന പ്രോഗ്രാമുകളും വളരെ ഭംഗിയായിട്ട് പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ഈ സ്ഥാനാർത്ഥിക്കും ഇവിടെ കിട്ടും എന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട്. പിന്നെ ഈ വാർഡിനെ പറ്റി പറഞ്ഞാൽ ചെറിയ വാർഡാണ്, കുറച്ച് വോട്ടുകളുള്ളൂ. കുറഞ്ഞ ഭാഗത്തിൽ നിന്ന് മറ്റ് വാർഡുകളിലേക്ക് പോയി. എന്നിരുന്നാലും പിന്നെ ലീഗിൻ്റെ പരമ്പരാഗത വാർഡാണ്. ഒരു 300 വോട്ടിന് ഏറ്റവും ചുരുങ്ങിയത് പിന്നെ വേലായുധൻ ഇവിടെ വിജയിക്കും. പിന്നെ ഇവിടെ ഒരു മത്സരമൊന്നും അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെ എതിർ സ്ഥാനാർത്ഥി തന്നെ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. അയാൾ മത്സരിക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ ചില പാർട്ടി സംബന്ധമായ കാര്യങ്ങൾ നിർബന്ധ സാഹചര്യം വന്നപ്പോൾ മത്സരിച്ചാണ്. അപ്പോൾ ആ രീതിയിലാണ് വിനോദ് പോലും പിന്നെ വേലായുധന് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ പാർട്ടി ഇൻറ്റേർണൽ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് വന്നാണ്. ഇവിടെ സാധാരണക്കാരൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധാരണക്കാരും ഇവൻ്റെ ഒപ്പം ഉണ്ടാവും. ഇവനിക്ക് എന്ത് കുറവുകളും ഇല്ലെങ്കിലും ഞങ്ങളെ കമ്മിറ്റിയും ബാക്കിയുള്ളവരൊക്കെ അത് തീർച്ചയായും പരിഹരിക്കും. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും, ഒരു സംശയം. അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാറിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വേലയിൽ നിൽക്കട്ടെ എന്നുള്ള ഒറ്റ വാക്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ പറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥിനെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. അതിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തീർച്ചയായും. വേലയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കൂട്ടുകാരായിട്ട് നടന്നിരുന്ന ആൾക്കാരാണ് ഇവിടെ. ഞങ്ങൾക്കിവിടെ എന്നെ ലീഗിൻ്റെ എല്ലാ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ എല്ലാ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ട് പിന്നെ UDFന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് നല്ല വോട്ടിന് നല്ല വിജയം ഉറപ്പായിട്ടുണ്ട്. ഇഷ്ടമാണ് ഇവന്. ഞങ്ങൾ കൊണ്ടടക്കുന്ന പയ്യനാണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളെ കൂടെ ഉണ്ട്. അവനക്ക് ഇവിടെ 100% ഇവിടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഏറ്റവും വലിയ വിജയമായിരിക്കും ഇൻഷാ അല്ലാഹ് ഈ വേലയിലുള്ളത് കേട്ടോ. ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ എപ്പോഴും ഒരു പാട്ടിന് സാധിക്കും. അത്ര വലിയ പാട്ടുകാരനൊന്നും സന്തോഷം. ഈ പ്രചരണത്തിന്റെ ഇടയിൽ ഒരു തളർച്ച ഒന്ന് മാറാൻ ഒന്നും കൂടെ ഉഷാറാവാൻ ആ പാട്ട് തന്നെ ആയിക്കോട്ടെ, ആ പ്രചരണക്കാരൻ തന്നെ ആയിക്കോട്ടെ. വന്നേടാ വേലായുധേ അടടാ UDFിൻ സാരഥിയായി നാടിനെന്നു മാരവമായി. വന്നേടാ വേലായുധേ അടടാ UDFിൻ സാരഥിയായി ലീഗിലെന്നു മാരവമായി. വോട്ട് കൊടുത്താൽ അത് കിട്ടണമെങ്കിൽ വിജയാശംസകൾ നേരുന്നു. നാലാം വാർഡ് പാറയിൽ സ്ട്രീറ്റിലെ LDF സ്ഥാനാർത്ഥി വിനോദ് മാഷ് നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇവിടുത്തെ ഒരു പ്രചരണമൊക്കെ?
ഏത് ഘട്ടം ഇവിടെ പ്രചരണത്തിൻ്റെ 2 ഘട്ടങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ നല്ലൊരു സ്ക്വാഡ് വർക്കും മറ്റു കാര്യങ്ങളാണ് ചെയ്തത്. ഒപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നമുക്ക് ഓരോ വീടുകളും നമുക്ക് ഏത് സമയത്തും കയറി ചെല്ലാവുന്ന ഒരു ആക്സസബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. കാര്യം എൻ്റെ വീട് ഇതുതന്നെയാണ് ഈ 2 പ്രദേശങ്ങളിലും. പിന്നെ നമ്മളെ വാർഡിൽ കൈപ്പള്ളിക്കുണ്ട് പ്രദേശമാണുള്ളത്. കൈപ്പള്ളിക്കുണ്ട് പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ സ്റ്റുഡൻസും അതേപോലെ തന്നെ നമ്മളെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് അവിടെയും നമുക്ക് ആക്സസബിളാണ്. അതുകൊണ്ട് നമുക്ക് രാപ്പകലില്ലാതെ കയറി ചെല്ലാനും പറ്റി. ആ നിലയിൽ 3 റൗണ്ട് പര്യടനം നമ്മൾ ഏതാണ്ട് പൂർണ്ണമായി. നല്ല പ്രതികരണങ്ങളാണ് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായ നല്ല അവബോധമുള്ള ജനങ്ങളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ സൂക്ഷ്മമായി വിധിച്ചുകൊണ്ട് നമ്മളെ ഈ വാർഡിൻ്റെ ഈ മുനിസിപ്പാലിറ്റിയുടെ കേരളത്തിൻ്റെ മൊത്തം വികസനത്തിൽ നോക്കിക്കൊണ്ടുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ അവർ വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സ്ഥാനാർത്ഥി രൂപത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. കാലാകാലങ്ങളായിട്ട് പറയൽ സ്ട്രീറ്റ് ഇവിടുന്ന് പ്രസിഡൻ്റ് ഉണ്ടായി, വൈസ് പ്രസിഡൻ്റ് ആയി, അങ്ങനെ UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ എന്താണ്, എങ്ങനെ ഈ ഒരു ഇത് പിടിച്ചടക്കാമെന്നുള്ള ഒരു പ്ലാനാണ് മനസ്സിലുള്ളത്? എൻ്റെ പേര് വയ്ക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ പേരിൻ്റെ കൂടെ മാഷെന്ന് കാണാം. പിന്നെ യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ അത് സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നൊരു പദപ്രയോഗമാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BEd കോളേജ്, മലപ്പുറം BEd കോളേജിലെ അധ്യാപകനാണ്, സാമൂഹ്യശാസ്ത്ര അധ്യാപകനാണ്. സ്വാഭാവികമായി എനിക്ക് സമൂഹത്തെക്കുറിച്ചും അതിൻ്റെ കാഴ്ചപ്പാടുകളും സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതൊക്കെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനം കക്ഷി രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും പാർട്ടിയുടെ, ഇപ്പം ഞാൻ CPMൻ്റെ മെമ്പറാകുമ്പോൾ അതിൻ്റെ കാൻഡിഡേറ്റ് ആകുമ്പോൾ ആ രീതിയിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ എന്താ പറയുക, അത്രമാത്രം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ ഈ വന്ന റോഡടക്കം അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു. അതേപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അത് ഇങ്ങനെ എണ്ണി പറയുന്നില്ല, നമ്മുടെ ഈ പ്രദേശങ്ങളിലെ ആളുകൾക്ക് അറിയാവുന്നതാണ്. നമ്മളെ ഒരു ക്ലബ്ബുണ്ട്. അതേപോലെ തന്നെ ഞാൻ മുൻകാലഘട്ടങ്ങളിലെ ഫുട്ബോൾ പ്ലെയറാണ്. നമ്മുടെ ജില്ലാ ഡിവിഷൻ അടക്കം കളിച്ച പ്ലെയറാണ്. ഒപ്പം തന്നെ നമുക്ക് കോച്ചിങ് സ്ഥാപനം ഇതുണ്ടായിരുന്നു, കുട്ടികളെ കോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ അതിൻ്റെ PTA സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ്. ആ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇറങ്ങിയതില്ല സമയത്ത് നമുക്ക് ജനങ്ങളെ എന്തായാലും നല്ല പ്രതികരണം ഉണ്ടാവുമെന്നാണ് എനിക്ക് കരുതുന്നത്. വ്യക്തിപരമായ നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദ ബന്ധങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപന രൂപത്തിൽ നമ്മളെ സ്റ്റുഡൻസ്, ഒപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾ, ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് കരുതുന്നത്. നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിന്നെ ഇതിങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എങ്ങനെ നിന്നാലും ആര് നിന്നാലും ജയിക്കുന്നുള്ള ബോധത്തിലാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം ഒരു നല്ല മഴ പെയ്താൽ, ഇന്നലത്തെ മഴയ്ക്ക് പോലും ഏതാണ്ട് ഇത്ര നമുക്ക് അതിലൂടെ നടന്നു കയറാൻ പറ്റില്ല, ഒരു ചെറിയ കുട്ടിക്ക് പോലും പറ്റില്ല. ഐറിഷ് മോഡൽ എന്ന രൂപത്തിൽ നമ്മൾ വാർഡിൻ്റെ പേര് പാറൽ സ്ട്രീറ്റാണ്. പക്ഷേ ഈ പാറപ്രസിഡന്റ് 2 പ്രദേശങ്ങളിൽ കൂടിയും കൈപ്പള്ളിക്കുണ്ടുണ്ട്, പാലപ്പുഴയുടെ ഒരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ പേര് കോട്ടക്കൽ ടൗണാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അരുവിശാല ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ പ്രദേശത്ത് ഏറ്റവും മർമ്മപ്രധാനമായ ആ റോഡ് നമുക്ക് ഒരിക്കൽ പോലും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളാണ്. ഈ വാർഡിൽ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശങ്ങൾ, പാറൽ സ്ട്രീറ്റിൻ്റെ ഈ പ്രദേശങ്ങളിൽ ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീടുകളിലേക്ക് റോഡുകൾ പോലും ഇല്ല. പിന്നെ നമ്മൾ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിവെള്ളം നമ്മൾ പറയും ഏത് സമയത്ത് നമ്മൾ അതിശക്തമായിട്ടുള്ള വേനലുണ്ടാകുമ്പോൾ, ക്ഷാമം ഉണ്ടാകുമ്പോൾ, അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടി മാത്രമാണുള്ളത്. നമുക്കതിന് ശാശ്വതമായ പരിഹാരങ്ങൾ ഇപ്പോൾ നമ്മൾ ശാസ്ത്ര സാങ്കേതിക അത്രയും വർദ്ധിച്ച കാലഘട്ടങ്ങളിൽ അതിന് നമ്മൾ പറയുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ പോലെ, മഴവെള്ള സംഭരണികൾ പോലെ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മളെ വാർഡിൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം എങ്ങനെ നിന്നാലും ആര് നിന്നാലും ജയിച്ചു പോവും, ഒരു പ്രശ്നവുമില്ല അടുത്ത ഇലക്ഷനിൽ എന്ന ബോധത്തിലാണ് നമ്മളെ ആളുകൾ. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് നമ്മളെ ചൂഷണം ചെയ്യുന്ന നമുക്കറിയില്ല. അവരുടെ എല്ലാ പുരോഗമനങ്ങളും അവരുടെ എല്ലാ പദ്ധതികളും ആധുനികവൽക്കരണത്തിൻ്റെ അവരുടെ നല്ല കാര്യങ്ങളായി കണക്കൂട്ടി നമ്മളെ ചൂഷണം ചെയ്യണമെന്നുള്ള ബോധത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളെ ജനത തിരിച്ചറിയപ്പെടുള്ളൂ. പുതിയ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാം കാണുന്നു, നമ്മുടെ മാറ്റങ്ങൾ, സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ, ഇന്ത്യയുടെ മാറ്റങ്ങൾ, കേരളത്തിൻ്റെ മാറ്റങ്ങൾ, ലോകത്തിൻ്റെ മാറ്റങ്ങളൊക്കെ കാണുന്നു. ആ ജനത തീർച്ചയായിട്ടും അത് തിരിച്ചറിയുന്നതാണ് ഞാൻ കരുതുന്നത്. ആ തിരിച്ചറിയപ്പെടുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഒരു സമ്മതിദാവകാശം, ഒരു ഇലക്ഷൻ്റെ വോട്ട് ഫലപ്രദമായി അവർ വിനിയോഗിച്ചു എന്ന് പറയാൻ അവർക്ക് സാധ്യമാവുള്ളൂ. ഇത്
അധികാര വികേന്ദ്രത്തിൻ്റെ കാലമാണ്. ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ വാർഡ് കൗൺസിലിൽ ചേർന്ന് ആ പ്രദേശങ്ങളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത് ആ പ്രദേശത്തെ ആളുകളുടെ സപ്പോർട്ടോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സപ്പോർട്ട് വേണം, നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് സപ്പോർട്ട് വേണം, പറ്റുമെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ട് വേണം. ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമ്മുടെ പദ്ധതികളൊക്കെ എത്തിയിട്ട് ഫണ്ടൊന്നും ഇവിടെ എത്തിയിട്ടില്ല, വീടുകളിലേക്കൊന്നും വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നാണോ പറയുന്നത്? നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വാർഡ് അറിയാലോ, പ്രത്യേകത അറിയാലോ, സംവരണ വാർഡാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിലെ വീടില്ലാത്ത ആളുകൾ ലൈഫ് പദ്ധതി നമ്മളെ കേരളത്തിൽ വളരെ വിപുലമായി നടക്കുന്നതല്ലേ. ചില പ്രദേശങ്ങളിൽ സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത്തരം നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ഒരു വീടിൻ്റെ കൺവീൻസ് ചെയ്ത ആളാണ്. നമ്മളത് അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിൽ കൂടിയും പറയാം. അപ്പോൾ അങ്ങനെ എത്ര വീടുകളുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരു കുടുംബം ചോദിച്ചത് അങ്ങനെയാണ്, അങ്ങനെ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ. നമുക്ക് എന്താണ് അങ്ങനെ ഒരു പദ്ധതികൾ നമ്മളെ വാർഡ് മെമ്പർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് ഞാൻ പലപ്പോഴും അതിശയപ്പെടാറുണ്ട്. ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ NSSൻ്റെ മെമ്പറായിരുന്നു. ഞങ്ങൾ കോടൂർ പൊന്മള പ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ വീടുകളുടെ പ്രവർത്തനങ്ങളിൽ കക്കൂസ് നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എടുപ്പാറുണ്ട്. അത് നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അധ്യാപന ജീവിതത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എനിക്കറിയില്ല എന്താണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത്. അത് മറന്നു പോയത് കൊണ്ടാണോ? എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് അതിൻ്റെ മേൽഘടകങ്ങളുടെ സമ്മതമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന രൂപത്തിലൊക്കെയാണ് നമ്മുടെ സാധാരണ വോട്ടർമാർ പറയുന്നത്. 6-ാം വാർഡ് പാലപ്പുറയിലെ LDF സ്ഥാനാർത്ഥി സഫീന നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെ പോണു പ്രവർത്തനങ്ങളൊക്കെ? ഓൾമോസ്റ്റ് എല്ലാ വീടുകളും കവർ ചെയ്തിട്ടുണ്ട്. ഇനി 2ാമത്തെ സെക്ഷൻ ഇറങ്ങാനായിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? പോസിറ്റീവ് പ്രതികരണമാണ്. എല്ലാവരും നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്ത് മത്സര രംഗത്തേക്ക് കടന്നു വരേണ്ടായ ഒരു സാഹചര്യം? കുറച്ച് വർഷങ്ങളായിട്ട് പാർട്ടിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം പാർട്ടി പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു. എന്തൊക്കെയാണ് ആ വാർഡിൽ? ഇപ്പോൾ വാർഡ് UDFൻ്റെ കയ്യിലായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. എന്നാലും ഈ ഭരണത്തിന് പുറത്തു നിന്ന് LDF ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അവരോട് അഭിമുഖീകരിക്കുമ്പോൾ പറയാൻ? അവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു 2-3 പേര് കൊല്ലങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ. അപ്പോൾ ഒരു വീട് വേണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എന്തായാലും അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാലപ്പുറ വാർഡ് നേരിടുന്ന പ്രശ്നങ്ങൾ? അങ്ങനെ ജനങ്ങൾ പറയുകയുണ്ടായി. പ്രധാന ഒരു പ്രശ്നം ഉദ്യാനപാതയിൽ ഈ കാലത്തുള്ള അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുരോഗമനം വന്നിട്ടില്ല. ഒരുപാട് പ്രാവശ്യം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, പക്ഷേ അവിടെ രാത്രി ലൈറ്റോ അല്ലെങ്കിൽ CCTV പോലത്തെ സജ്ജീകരണങ്ങളൊന്നുമില്ല. പിന്നെ ലഹരി മയക്കുമരുന്ന് പോലുള്ള ഉപയോഗങ്ങളും അങ്ങനത്തെ കൂടുതലായിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ജനങ്ങൾ. അപ്പോൾ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. വിജയിച്ചു വരികയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. വിദ്യാർത്ഥികൾക്കായി ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനം. വിജയാശംസകൾ നേരുന്നു. വിജയാശംസകൾ. താങ്ക് യു. ആറാം വാർഡിലെ UDF സ്ഥാനാർത്ഥി നയിമ സുൽത്താനയും അണികളുമാണ് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെ പോണു പ്രചാരണമൊക്കെ? പ്രചരണമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നല്ല പ്രതികരണമാണ് നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ മുന്നേ നമ്മുടെ കൗൺസിലർ അബ്ദുൾ റാഷിദ് ഇവിടെ നല്ല വികസനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് തിരിച്ച് കിട്ടുന്നുണ്ട്. അവർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അവർ ലെവലിൽ തന്നെയാണ് നമ്മളവരെ അപ്രോച്ച് ചെയ്യുമ്പോഴും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രതികരണം ആ ഒരു ലെവലിൽ തന്നെയാണ്. നിങ്ങൾ വരണം, നിങ്ങളെ വികസനം തുടർച്ച വേണമെന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഈ വാർഡിലേക്ക് വേണ്ടി കൂടുതലായിട്ട് വികസന തുടർച്ച എന്ന രീതിയിൽ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഞാൻ അങ്ങനെ വാഗ്ദാനങ്ങളൊന്നും ആയിട്ട് പറയുന്നില്ല. നമുക്ക് അവർക്ക് നമ്മുടെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അവർ നമ്മളടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവർ നമ്മളടുത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക അവരെ പ്രശ്നങ്ങൾ, അവരെ ആവശ്യങ്ങൾ നമ്മൾ തീർത്തു കൊടുക്കുക. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ ഈ ഒരു വാർഡിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ പദ്ധതികൾ കൊണ്ടുവരും, കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ യുവ വോട്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ? പുതിയതായിട്ട് വോട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇതിലുണ്ട്, കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളവരെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. നമുക്ക്
ഈ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൗൺസിലറായിട്ട് എന്നെ സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അറിയാം അവർക്ക് ചെയ്യാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അവർ പ്രതീക്ഷക്കനുസരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വാർഡിൽ ഇനിയിപ്പോൾ വിജയിച്ച് വരികയാണെങ്കിൽ ആദ്യം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിലുണ്ടോ? അവിടുത്തെ ഏറ്റവും എന്തെങ്കിലും ഒരു പ്രശ്നം ആയിട്ട് ജനങ്ങൾ പറയുന്നത് എന്താണ്? അങ്ങനെ ബേസിക് ആയിട്ട് അങ്ങനെ പ്രശ്നം എന്ന് പറയാനില്ല. അപ്പോൾ ഈ ഒരു നമ്മുടെ വികസനം വന്നതോടെ ഈ റോഡിൻ്റെ ഐറിഷ് മത അങ്ങനെയൊക്കെ വന്നപ്പോൾ മഴവെള്ളമൊക്കെ ഈ പാലപ്പുറ വാർഡിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്, മലിനമാവുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും ആരുടെ അടുത്തുനിന്ന് വന്നിട്ടില്ല. കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തിട്ടുണ്ട്. ഒരു അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നിലവിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇവിടെയുള്ള ജനങ്ങളാണെങ്കിൽ നമ്മുടെ അടുത്ത് പരാതി പറയുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആരുടെ അടുത്തുനിന്ന് അങ്ങനെ നെഗറ്റീവായിട്ടോ ഇതുവരെ നമ്മൾ അബ്ദുൾ റാഷിദ് ചെയ്തിരുന്ന ആ ഒരു ഇതിൽ ഒരു നെഗറ്റീവായിട്ടൊരു റെസ്പോൺസും വന്നിട്ടില്ല. അതുപോലെ ഈ ഉദ്യാനപാതയൊക്കെ ഈ ഒരു വാർഡിൻ്റെ പരിധിയിൽ വരുന്നതാണല്ലോ. അവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവം, അവിടെ ആ പരിസരത്തുള്ള ഒരു ലഹരി ഉപയോഗം, അങ്ങനെയൊക്കെ നിരന്തരം നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്കത് ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് നീക്കാൻ നമുക്ക് പറ്റണം എന്നില്ല. കാരണം അത് അങ്ങനെ ജയിച്ച് വരികയാണെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടേക്കുമോ? തീർച്ചയായും അതൊക്കെ നമ്മൾ നോക്കും. നമ്മുടെ മുൻ വാർഡ് കൗൺസിലർ റാഷിദ് ഭായ് എന്തെല്ലാം ഉണ്ട്? നല്ല സുഖല്ലേ? നല്ല സുഖം. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം? നമ്മളെ സംബന്ധിച്ചിടത്തോളം 2020-2025 കാലയളവിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ്, അത് നടപ്പിലാക്കി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉദ്യാനപാതയിൽ ഓപ്പൺ ജിമ്മ് പദ്ധതി എം എൽ എയുടെ, അതുകൂടാതെ ഉദ്യാനപാത കോട്ടപ്പടി പാത്വേ, അത് നമ്മളൊരു സ്വപ്ന പദ്ധതിയാണ്. നമുക്കറിയാലോ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചൊരു സ്ഥലമാണ് കോട്ടക്കൽ. ആയുർവേദ നഗരിയാണ്. ആയുർവേദശാലയും അതുപോലെ തന്നെ ആയുർവേദശാലയുടെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ് ബൈപ്പാസും ഉദ്യാനപാതയിലുള്ള ഒരു പാത്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അവിടേക്കൊരു പാത്ത് അതും ഏകദേശം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വച്ഛതാ അവാർഡ് ലഭിച്ച ഒരു വാർഡാണ് നമുക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വച്ഛതാ അവാർഡ്. അതായത് ഏറ്റവും നല്ല മാലിന്യ പ്രവർത്തനങ്ങൾക്ക് മികച്ച വാർഡിനുള്ള അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മളെ സഹോദരിമാരുടെ സഹകരണം കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന വാർഡാണ് നമ്മളെ പാലപ്പുറ വാർഡ്. അതുകൂടാതെ വാർഡിലുള്ള മുഴുവൻ പ്രദേശങ്ങളും വിട്ടുകിട്ടിയ ഭാഗങ്ങളിൽ മുഴുവനും നമ്മളിപ്പോൾ റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു 2018-19 കാലയളവിലുള്ള ഫ്ലഡ്. നമ്മൾ നഗരസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലഡ് എഫക്റ്റഡ് വാർഡാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളൊരു അതിനെ കാക്കാത്തോടിനെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. നഗരസജ്ജാൻ പദ്ധതിയിൽ, കേന്ദ്ര പദ്ധതിയിൽ ഏകദേശം 1 കോടിയോളം രൂപ നമുക്കതിലേക്ക് ഫണ്ട് ലഭിച്ചു. 2 ഘട്ടങ്ങളിലായിട്ട് പ്രവൃത്തി പൂർത്തീകരിച്ചു. 3ാമത്തെ ഘട്ടം പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉദ്യാനപാതയിൽ CCTV ഇംപ്ലിമെൻറ്റ് അത് പദ്ധതിയിൽ വന്നു, അതിനി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഉദ്യാനപാതയിൽ ബാക്കി ഭാഗങ്ങളിൽ ഹാൻഡ് റെയിലുകൾ പിടിപ്പിക്കാനുണ്ട്, അതും പദ്ധതിയിലുണ്ട്. 10 ലക്ഷം റുപ്യ നമ്മൾ ഹാപ്പിനെസ് പാർക്കിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ്, അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ധാരാളം ആളുകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസം സ്പോട്ടാണ് ഉദ്യാനപാത. കോട്ടക്കലിൻ്റെ ഒരു ടൂറിസം സ്പോട്ടാണ് ഉദ്യാനപാത. പിന്നെ കുറേ നെഗറ്റീവ് വശങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു നഗരസഭേൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതവിടെ പോലീസും അതുപോലെ തന്നെ എക്സൈസിനൊക്കെ സഹകരിപ്പിച്ചുകൊണ്ടാണ്, എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടപെടലുകൾ വേണം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു തുടർച്ച നഹീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും, അത് തുടർന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോട്ടക്കൽ എന്നൊരു ഐക്കൺ ആയുർവേദത്തിൻ്റെ നഗരം, ആയുർവേദശാലയുടെ ഹെഡ് ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന വാർഡാണ് പാലപ്പുറ പള്ളി തുടങ്ങി ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഭൂമിയാണ്.
അതിനായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി വരാൻ പോകുന്ന കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ടോ? പാലപ്പുറനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആയുധശാല മാത്രമല്ല, വിശ്വംഭര ക്ഷേത്രമുണ്ട്, കൈലാസ മന്ദിരം, പാലപ്പുറ പള്ളി, ഇത് തമ്മിലുള്ളൊരു വലിയൊരു ബന്ധമുണ്ട്. നമ്മുടെ പാലപ്പുറയുടെ പള്ളിയുടെ മിനാരം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ആയുധശാല ട്രസ്റ്റ് നമുക്കൊരു ഇവിടെ ഒരു ജനറേറ്റർ നൽകി. അങ്ങനെ ഒരു നല്ലൊരു മതസൗഹാർദ്ദ ബന്ധങ്ങൾ, അതെ നേർച്ച ഉണ്ടാകുന്ന സമയത്ത് കൈലാസ മന്ദിരത്തിൽ നിന്നാണ് ജനമൈത്രി അല്ലെങ്കിൽ സാഹോദര്യത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു വാർഡാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു പ്രത്യേക പദ്ധതി എന്തെങ്കിലും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയുടെ പദ്ധതിയിൽ തന്നെ ഉണ്ട്. ഉദ്യാനപാത കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഓപ്പൺ ഒരു സാംസ്കാരിക വേദി ഒരുക്കുക എന്നുള്ളത്. അതിനുള്ളൊരു സ്പേസാണ്. അപ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് സ്ഥലം ലഭ്യത ആവേണ്ടതുണ്ട്. കുറച്ചും കൂടി വിശാലമായിട്ടുള്ള കുറച്ച് ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു സാംസ്കാരിക വേദി ഒരുക്കാം. പി കെ വാര്യരെ പോലെയുള്ള മഹത് വ്യക്തികളുടെ പേരിലൊരു സ്മാരകം, അതെല്ലാം ഈ വാർഡിൽ വേണ്ട ഒരു കാര്യം അല്ലേ? നമ്മൾ അത് നേരത്തെ ചർച്ച ചെയ്തതാണ്. അത് അത് പ്രത്യേകിച്ച് ലീഗിൻ്റെ ഒരു വിഭാഗത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ, അങ്ങനെയല്ല, രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അതിനെ അങ്ങനെ ലീഗിനെ എന്നുള്ള ഇതിലേക്ക് മാത്രം പോകാൻ പാടില്ല. നമുക്ക് പി കെ വാര്യർ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിലും പത്മഭൂഷണാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഒരു സ്മാരകം വേണം എന്നുള്ള തന്നെയാണ് ഞങ്ങളെ പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിർദ്ദേശം. നേരത്തെ ഉള്ള നിർദ്ദേശങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബൈപ്പാസിൻ്റെ പ്രവൃത്തി പോലും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു പൂർത്തീകരിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ നല്ലൊരു സ്പേസ് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു സ്മാരകം ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിർദ്ദേശം. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം നഗരസഭയിൽ ബഹുലമായിരുന്നു. ഒരു ദിവസമായാലും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയല്ല, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി 6-അംഗ ടീം ഒരു ദിവസമെങ്കിലും ഭരിച്ചു എന്നതും കൂടിയുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ പല വീഴ്ചകളും നേട്ടങ്ങളും സംഭവിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പം കാലത്ത് ഉള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഒപ്പമാണ്. ഈ വാർഡും പാർട്ടിയും മുസ്ലിം ലീഗാണ്. ഇവിടെ വൻ ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾ വിജയിക്കും. ഞങ്ങൾ കോട്ടക്കൽ നഗരസഭയിൽ തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ പാലപ്പുറം 6-ാം വാർഡിലെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും താങ്കൾ കൗൺസിലറായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ 3 വർഷം ഒരു വ്യക്തിയും 2 വർഷം വേറെ, ഈ 2 ആളുകൾ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം എത്തിച്ചത് അല്ല, അങ്ങനെ നമ്മളൊരു വ്യക്തികളിലേക്ക് പോകാന്നില്ല. ഒരു ഭരണസമിതിയാണ്. ഭരണസമിതി എന്ന് ആദ്യത്തെ 3 ആണോ അവസാനത്തെ 2 ആണോ ഏറ്റവും നല്ലത്? അത് അങ്ങനെ പറയുകയാണെങ്കിൽ 2020-21 നമ്മളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് സമയത്താണ് നമ്മൾ ഭരണസമിതി വരുന്നത്. ആ ഭരണ പ്രതിസന്ധി ഉണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയല്ല. 2023 വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടില്ല. അത് നിങ്ങളൊന്ന് പഠിക്കുക, നവോവിഷനൊന്ന് പഠിക്കുക. 2022, 2020-21 കാലഘട്ടത്തിലോ 2021-22 കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പദ്ധതി നിർവഹണത്തിന് വേണ്ടി എത്ര വിഹിതം നൽകി എന്നുള്ളതിനെക്കുറിച്ച് നവോവിഷനൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ സംഗതി മനസ്സിലാവുന്നുള്ളൂ. അതാണ് അവിടെ ഭരണ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ആദ്യത്തെ 3 വർഷം ഒന്ന് ഡൗൺ ആയി പോയതാണ്. തീർച്ചയായിട്ടും. അവസാനത്തെ എന്നുവെച്ചാൽ ഈ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 5 വർഷം നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ വാർഡിലെ ഒരു വോട്ടറാണ്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. പക്ഷേ അതിലുപരി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉള്ള മിനുങ്ങുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കി നൽകുന്ന വ്യക്തി കൂടിയാണ്. പൊതുവെ കോട്ടക്കലിലെ ഒരു ചിത്രം എങ്ങനെയാണ് ഇപ്പോൾ? അല്ല, കോട്ടക്കലിൻ്റെ ചിത്രം എന്താണെന്നുള്ളത് സന്ദീപിനെ കറക്റ്റ് അറിയാം. ഞാൻ എൻ്റെ വാർഡിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ സന്ദീപും ഈ കുട്ടിയും ഈ ക്യാമറാമാനും ഏകദേശം പറപ്പൂർ പഞ്ചായത്തിൽ ഏകദേശം ഒന്ന് കീറി മുറിച്ച് യാത്ര തുടർന്നു. നിങ്ങളെ ഒട്ടുവണ്ടി എടരിക്കോട് പഞ്ചായത്തിനും പൂർണ്ണമായി 100-നടുത്ത വാർഡുകൾ നിങ്ങൾ പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ മോളെ? 100-നടുത്ത വാർഡിന് ഏകദേശം നിങ്ങൾ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വാർഡ് നിങ്ങൾ കണ്ടോ? എതിർ സ്ഥാനത്തിൻ്റെ ഒരു പോസ്റ്റ് നിങ്ങളോട് കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങളെ സ്ഥാനത്തേക്കും പോസ്റ്റ് ഇല്ലയെന്ന്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വോട്ട് കൂട്ടുക, ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളത് ജയം ഉറപ്പാണ്. ഈ വാർഡിനെ പോലും അറിയാത്ത, ഈ വാർഡിൻ്റെ ഏതൊക്കെ റോഡുണ്ടെന്ന് അറിയാത്തൊരു സ്ഥാനാർത്ഥിനെ LDF കൊടുത്തിട്ടുള്ളത്. അപ്പം മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു വാർഡ് തന്നെയാണ് പാലപ്പുഴ. ആണല്ലോ അത് കാലാകാലം UDF കയ്യിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കയ്യിൽ ഇരിക്കുന്ന വാർഡാണ്. ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കാൻഡിഡേറ്റും മറ്റുള്ള ആളുകളൊക്കെ വേണ്ടേ? ഒന്നും ഉണ്ടായില്ല. ഇത് ഞങ്ങളെ പ്രവർത്തകർക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുക. കാരണം ഞങ്ങൾ പ്രവർത്തകർ എതിരിടാൻ ഒരാളില്ല എന്നാണോ? അതന്നെ എന്താ സംശയം? ഞങ്ങളെ പ്രവർത്തകർ നിസ്സാരമായിരിക്കുകയാണ്. കാരണം വർക്ക് ചെയ്യാൻ ആൾ വേണ്ടേ? ഒരു എതിർ കാൻഡിഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യം റാഷി നിന്നപ്പോഴെങ്കിലും ചെറിയൊരിതുണ്ടായിരുന്നു, ഒരിളക്കം. പക്ഷെ ഇപ്രാവശ്യം അതും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പിന്നെ കോട്ടക്കലിനെ മൊത്തം പറയുകയാണെങ്കിൽ അത് UDF വേറെ എന്താ ഇവിടെ പറയാനുള്ളത്? ഇവിടെ നടന്ന വികസനങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ലേ? സന്ദീപ് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറ. ഇവിടുത്തെ സ്പോർട്സ് അക്കാഡമി, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം, നമ്മളെ റോഡുകൾ, നമ്മളെ ലൈബ്രറി, കേരളത്തിൽ ആദ്യമായിട്ട്, കേരളത്തിൽ ഏക മുനിസിപ്പാലിറ്റി എന്ന് പറയാം, കിഡ്നി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ഇത്രയും സഹായം ചെയ്യുന്ന വേറൊരു മുനിസിപ്പാലിറ്റി പറഞ്ഞിരിക്കും. നിങ്ങൾ മാധ്യമ സന്ദീപ് ഇവിടെ മാത്രമല്ലല്ലോ, ഇന്ന് കേരളത്തിൽ ഒതുങ്ങി മൊത്തത്തിലുള്ളൊരു ചാനൽ പ്രവർത്തകനാണ്. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ കിഡ്നി രോഗികൾക്ക് അവരെ സഹായം ചെയ്യുന്നുണ്ട്, ഡയാലിസിന് സൗകര്യം ഒരുക്കുന്ന ഒരു മുനിസിപ്പാലിറ്റികളെന്ന് പറഞ്ഞാൽ അത് കോട്ടക്കലല്ലേ? ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള വോട്ട് മുൻ ചെയർമാനായ നാസർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന സാധനം തന്നെയാണ് ഇന്ന് അനീഷ പടിയിറങ്ങുന്നത് വരെ അടുത്തൊരു 10 മാസത്തിനുള്ള ഫണ്ട് അതിന് സ്വരൂപിച്ചതിന് ശേഷം അനീഷ പടിയിറങ്ങുമ്പോൾ 10 മാസം തുടർന്ന് പോകാനുള്ള ഫണ്ട് അതിൽ അനീഷ സ്വരൂപിച്ചിട്ടാണ്, സ്കൂളുകളിൽ നിന്ന് സ്വരൂപിച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയും ഇനി ആരെ ജനങ്ങൾ ജയിപ്പിക്കേണ്ടത്? ഇനി ആരെ ജയിപ്പിക്കും? ഇപ്പോൾ ഞാൻ മുൻ കൗൺസിലറുടെ അടുത്ത് ചോദിച്ചതുപോലെ തന്നെയാണ്, ആര്യവൈദ്യശാല ഈ വാർഡിലാണ്, പ്രത്യേകിച്ച് ഈ ഞങ്ങൾ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആവേശമാണ്, ഞങ്ങൾ അഭിമാനമാണ്. ഒരു സ്മാരകം വേണം, ഒരു സ്ഥലം ഉണ്ടാവട്ടെ. ഞങ്ങളെ വാർഡിൽ ഈ 5-ാം വാർഡിൽ, സോറി 6-ാം വാർഡിൽ സന്ദീപ് ഒരു സ്ഥലം കാണിച്ചു ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരുണ്ടാക്കുന്നു. കാരണം ഞങ്ങളെ കടപ്പാട് അവിടെ തീരൂല. PK വാര്യരോടോ ആര്യവൈദ്യശാലയോടെയുള്ള കടപ്പാട് ഞങ്ങൾക്ക് തീരുകയല്ലോ. കാരണം എന്താ അറിയോ? അത്രയും ഞങ്ങളെ നാടിൻ്റെ സൗഹാർദ്ദം കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എടുക്കുന്ന പണീൻ്റെ ഒരു അംശമാവില്ല അത്. സന്ദീപ് ഒരു കാര്യം ചെയ്യും, സന്ദീപ് ഈ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് നടക്ക്. ഈ 6-ാം വാർഡിൽ സ്ഥലം, അതിനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റി അല്ല. അപ്പോൾ സന്ദീപ് ചോദിക്കുന്ന 6-ാം വാർഡിൻ്റെ കാര്യം. 6-ാം വാർഡിൽ ഒരു ആവശ്യം, ഇവിടുത്തെ ലീഗ് നേതൃത്വം മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു വാർഡിൽ ഇവിടുന്ന് സന്ദീപ് ഒരു 2 സെൻറ്റ് സ്ഥലമോ 3 സെൻറ്റ് സ്ഥലമോ കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നേ. ഇവിടുത്തെ പാലപ്പുറത്തെ മുസ്ലിം ലീഗിനുണ്ടായിക്കോളാം സ്മാരകം. പിന്നെ PK വാര്യർക്ക് അതൊന്നും വേണ്ടല്ലോ, ആര്യവൈദ്യശാല ഞങ്ങളതിൻ്റെ കൂടെ കൂടിക്കൊടുക്കാം. എന്താ വേണ്ടത്? ഞങ്ങൾക്കത് ബന്ധം മുറിയാൻ പറ്റില്ല. കാരണം ഞങ്ങളെ പള്ളിയിലെ മെമ്പറ ആര്യവൈദ്യശാല തന്നതാണ്, PS വാര്യർ സമ്മാനിച്ച. അവസാനം പോകുമ്പോൾ PK വാര്യരും ഞങ്ങൾക്ക് ജനറേറ്ററും മറ്റുമൊക്കെ സമ്മാനിച്ചിട്ടാണ് പോയത്. ആ ബന്ധം വിടല്ലേ? ഇത് കേരള മോഡലൊന്നുമല്ല, ഇത് 6-ാം വാർഡ് മോഡലാണ്. ഒക്കെ പോട്ടെ, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആയാലും BJPയുടെ ആയാലും അല്ലെങ്കിൽ മറ്റ് വിവിധ പോസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോണിക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരിക്കും. സാധനമുണ്ട് എനിക്ക്. ഒരു വാർഡിൽ നിന്ന് ആരാണ് ആദ്യം വന്നത് ഓരോ ഞാൻ ചെയ്യുള്ളൂ. ഒരു സ്ഥാനാർത്ഥി കാരണം വിജയിപ്പിക്കുക എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്, അല്ലാതെ അത് വെറും വാക്കായിട്ടില്ല. സാമ്പത്തികം മാത്രമല്ല അല്ല, അത് ഞാൻ അങ്ങനെ ചെയ്യൂ. എനിക്ക് കോട്ടയ്ക്കൊന്നും എത്ര കാൻഡിഡേറ്റുള്ളൂ? വളരെ കുറച്ച് ക്യാൻഡിഡേറ്റേ ഉള്ളൂ. എനിക്ക് വരുന്നത് ദൂരം എന്നല്ല, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, അതേപോലെ തന്നെ വളാഞ്ചേരി, ഊരകം, അങ്ങനെയല്ലേ വന്നല്ലോ. ആ ക്യാമ്പയിൻ ഇത്തവണ എന്താണ് ട്രെൻഡാക്കി മാറ്റിയത്? ട്രെൻഡ് ഒന്നുമില്ല, കോട്ടയ്ക്ക് UDF തന്നെ. ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ, പ്രചരണത്തിന്റെ കാര്യത്തിൽ കാലാവസ്ഥ ഇപ്പോൾ ആണ്. കാലാവസ്ഥമായ മാറ്റങ്ങൾക്ക് നമ്മളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡിൽ നിന്ന് ഔട്ടാണ്. അങ്ങനെ തന്നെ സന്ദീപ് ഈ ചാനലായിട്ട് നടക്കുന്നു, കേബിൾ TV ആയിട്ട് പോകുന്നു. കേബിൾ പോയി ഇപ്പോൾ സന്ദീപ് യൂട്യൂബ് ചാനലാണ് പോകുന്നത്, FBയിലും പോകുന്നത്. നെറ്റ് ഓഫായാൽ പോകും. പക്ഷെ എന്നാലും സന്ദീപ് എന്ത് ചെയ്തു? ചാനൽ 5 ഒരു വലിയൊരു സാധനത്തിലേക്ക് സന്ദീപ് മാറിയിരിക്കും. എന്തായി? സന്ദീപ് ഔട്ടാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ കൂടെ ഉള്ളത് യൂത്ത് ലീഗിൻ്റെ പ്രതിനിധിയാണ്, മണ്ഡല MSFൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ ഈ വാർഡിലെ പ്രകടനം ഇത്തവണ? എങ്ങനെയായിരിക്കും മൊത്തത്തിൽ വാർഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ എതിർ സ്ഥാനാർത്ഥി ഞങ്ങളറിയണത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടണ ഒരു ഫോട്ടോ എന്നാണ് ഞങ്ങൾ
ഇതാണ് ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി എന്നുള്ള അറിയണത്. അപ്പോൾ അങ്ങനെ ഒരു സേഫായിട്ടുള്ളൊരു വാർഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ മെനക്കെട്ട് പണിയെടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും വോട്ടാണ്, ഭൂരിപക്ഷം കൂട്ടാനാണ് ഞങ്ങൾ ശ്രമിക്കേണ്ടത്. 500 സംതിങ് ആയിരുന്നു KP റാഷിദ് മത്സരിച്ചെന്നുള്ളത്. അത് 50 60 കൂട്ടാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 75 വോട്ടർമാർ നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ അനുകൂലമായിട്ട് കൂട്ടാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ വാർഡിലെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയിൽ എത്ര പേര് വരും? എത്രത്തോളം ആൾക്കാരുണ്ട്? എല്ലാവരും ഒരുപാട് വോട്ടർമാരുണ്ടോ? അപ്പോൾ യുവാക്കൾ ഈ വർഷം വോട്ട് ചെയ്യാൻ യുവാക്കളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പുതിയ വോട്ടർമാരൊക്കെ ഉണ്ട്. അതെ അതെ, ഒരുപാട് ആൾക്കാർ. അവരെയൊക്കെ ചെന്ന് കണ്ടോ? എല്ലാവരും ചെന്ന് കണ്ടു. എല്ലാവരും ഒരു ഹൗസ് ക്യാമ്പയിനിങ് എല്ലാ ഏരിയയിലും ചെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ആര്യശാലയിലാണെന്നുണ്ടെങ്കിലും ആര്യശാലയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് സ്ഥാനാർത്ഥിയുടെ പര്യടനവും കാര്യങ്ങളെല്ലാം. അപ്പോൾ യുവാക്കളുടെ അടുത്തായാലും പിന്നെ ഇവിടെയുള്ള വോട്ടില്ലാത്ത വിദ്യാർത്ഥികളുടെ അടുത്താണെങ്കിലും പിന്നെ കുറച്ച് പ്രായമേറിയ ആൾക്കാരൊന്നും എല്ലാവരുടെ അടുത്തും നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടുപോകുന്നത്. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നല്ല അഭ്യസ്തവിദ്യയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാ മേഖലയിലും UDFനാണ് ഇവിടെ അനുകൂലം. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനം വിജയാശംസകൾ നേരുന്നു. ഒമ്പതാം വാർഡ് കല്ലടയിലെ UDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ശ്രീ CK മുഹമ്മദ് ഇർഷാദാണ്. എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? സന്തോഷമാണ്. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന വാർഡ് കൂടിയാണ് വാർഡ് 9 കല്ലട. മറ്റൊരു സവിശേഷത എന്നുള്ളത് പുതിയ വാർഡാണ്. നഗരസഭയിൽ 35ലേക്ക് വന്നപ്പോൾ ഒരു പുതിയ വാർഡും കൂടെ. അപ്പോൾ പുതുതായിട്ട് ഇതിൻ്റെ ഘടനകളൊക്കെ മാറി വന്നപ്പോഴും നിലവിൽ ഇവിടുത്തെ വികസന അവസ്ഥകളുടെ ഒരു ചർച്ചയാണ് നാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2010 മുതൽ നഗരസഭയായി മാറിയിട്ടുണ്ട്. ആ നഗരസഭ ആയി മാറിയതിന് ശേഷം 15 വർഷം സഞ്ചരിച്ചു. ഈ 15 വർഷവും കോട്ടക്കൽ നഗരസഭയിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു പൊതു സംവിധാനം വരാത്തതുണ്ടെങ്കിൽ അത് വാർഡ് കല്ലടയിലാണ് എന്നുള്ളത് പൊതുജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാർഡ് ഏതിലാണ് ഉൾപ്പെട്ടിരുന്നത്? നേരത്തെ വലിയ പറമ്പ് വാർഡായിട്ടാണ്, എന്നാൽ വില്ലൂരിൻ്റെ ചെറിയ പ്രദേശങ്ങളും കൂടെ ചേർന്നിട്ടുള്ള പുതിയ വാർഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, എൻ്റെ വോട്ടർമാർക്കൊക്കെ എല്ലാവർക്കും അറിയാം. കോട്ടക്കൽ നഗരസഭ UDFൻ്റെ ശക്തമായ ഭരണത്തിൻ്റെ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങൾ, വീടുകളിലേക്ക് എത്തേണ്ട പച്ചക്കറികൾ, കോഴിയാവട്ടെ, മുട്ടക്കോഴി ആവട്ടെ, റെയിൻ ഹാർവെസ്റ്റിംഗ് ആവട്ടെ, കമ്പോസ്റ്റ് വേസ്റ്റ് ആവട്ടെ, ഇത്തരം അതുപോലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളാവട്ടെ, കുടിവെള്ളത്തിൻ്റെ എല്ലാ വർഷമുള്ള ക്ഷാമ സമയത്തുള്ള വിതരണമാവട്ടെ, ഇതെല്ലാം നഗരസഭ നേരിട്ട് വാർഡുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരും അത് ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ഈ വാർഡിൽ കഴിഞ്ഞ 15 വർഷം 10 വർഷത്തോളമായിട്ട് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. നമ്മളങ്ങനെ അവരെല്ലാവരും ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. പക്ഷേ നാട്ടിലേക്ക് പൊതു ആവശ്യങ്ങൾ, ഒരു അംഗനവാടി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇല്ലാത്ത ഒരു വാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ, അതല്ലെങ്കിൽ സ്വന്തം കെട്ടിടമില്ലാത്ത വാർഡ് ഏതെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇന്നും ആ കുട്ടികൾ നട്ടുച്ച സമയത്ത് ഈ സമയത്ത് ആ കുട്ടികൾ പീഡികത്തിണ്ണയിലാണ് 10 വർഷം കിടന്നുറങ്ങിയത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാൻ പറ്റുള്ളൂ. മറ്റെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ രൂക്ഷമായ കുടിവെള്ളം അതിരൂക്ഷമായ രൂപത്തിലേക്ക് 10 വർഷം പുറകോട്ടടിച്ചു. നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന കല്ലട പ്രദേശത്ത്, ഉദരാണി പ്രദേശത്ത്, ഷാർജാപള്ളി പ്രദേശത്തൊക്കെയുള്ള രൂക്ഷമായ കുടിവെള്ളത്തിന് ഒരു പരിഹാരവും കഴിഞ്ഞ 10 വർഷത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതിലൊക്കെ ഉപരി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, തൊട്ടടുത്ത വാർഡുകളിൽ പലയിടത്തും ഹെൽത്ത് സെൻറ്റർ വന്നു, ഡിസ്പെൻസറി വന്നു, റേഷൻ കടകൾ വന്നു, അക്ഷയ സെൻറ്റർ വന്നു, വനിതാ കേന്ദ്രങ്ങൾ വന്നു. ഇങ്ങനെ ഒക്കെ വന്നപ്പോഴും ഈ വാർഡ് പുറകോട്ട് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് പുറകോട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, UDF എക്കാലത്തും നാടിൻ്റെ പുരോഗതി, നാടിൻ്റെ പുനർനിർമ്മാണം അത് ഏറ്റെടുത്തവരാണ് UDF, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒക്കെ അങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ നാടിലേക്ക് വേണ്ട അംഗനവാടി, കോട്ടക്കൽ നഗരസഭയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അംഗനവാടി ഇവിടെ കൊണ്ടുവരും. വിജയിച്ചു വരികയാണെങ്കിൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും കുടിവെള്ളം തന്നെയാണ്.
സമഗ്രമായ കുടിവെള്ളത്തിന് കരുക്കളുള്ള, അതിന് സ്രോതസ്സുള്ള ഒരു പ്രദേശം തന്നെയാണിത്. ആ പ്രദേശത്ത് അതിനു വേണ്ട രൂപത്തിലുള്ള കുടിവെള്ളത്തിന് വേണ്ട കിണറുകൾ നിർമ്മിച്ച് ടാങ്കുകൾ കെട്ടി വിപുലമായിട്ട് അതിനു വേണ്ട സംവിധാനം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് കുടിവെള്ളം തന്നെയാണ്. അതാണ് ഒന്നാമത്തെ ശാശ്വത പരിഹാരം കാണാനുള്ളൊരു പദ്ധതി മനസ്സിൽ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ ഈ നിൽക്കുന്നത് ഉദരാണിക്കുളം എന്നുള്ളത് തമ്പുരാട്ടിക്കുളം, പണ്ട് നമ്മുടെ കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ചരിത്രരേഖയിലുള്ള ഒരു സമ്പ്രദായമാണ്. ഇവിടെ വെള്ളത്തിൻ്റെ അവസ്ഥകളുണ്ട്, ഇതിനു വേണ്ട വെള്ളത്തിൻ്റെ സ്രോതസ്സുകളുണ്ട്. നമുക്ക് ഒരറ്റം നിൽക്കുന്നത് കല്ലട പാടത്തോട് ചേർന്നിട്ടാണ്. വെള്ളത്തിൻ്റെ സ്രോതസ്സുകളുള്ള ഏരിയകളുണ്ട്. അതിന് ശാശ്വതമായിട്ട് UDF കമ്മിറ്റി ഇന്നലൊക്കെ ആ കാര്യം വിശദമായി ചർച്ച ചെയ്തു. ഈ ജനങ്ങളോട് വാക്ക് കൊടുക്കുകയാണ്, 5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ഭരണകാലാവധിക്കുള്ളിലും പൂർണ്ണമായിട്ട് കുടിവെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. അത് നമ്മൾ ചെയ്തിരിക്കും. മറ്റൊരു കാര്യം എന്നുള്ളത്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു ഊന്നലും കൊടുക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. എത്രയോ കുട്ടികൾ ചതിക്കുടിയിൽ പെട്ടുപോയിട്ടുണ്ട്. 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ ഫീസ് കൊടുത്തിട്ട് ഇന്ന് ജോലിയില്ലാതെ പഠനമില്ലാതെ പോയത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും വിദ്യാഭ്യാസത്തിന് ഒരു നയരേഖ ഇവിടെ ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള യുവാക്കളുടെ ആവശ്യമായിരുന്നു കളിസ്ഥലം എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഇവർ പറയുന്നു ഉണ്ടാക്കും. എക്കാലത്തും ഇലക്ഷൻ വരുന്ന സമയത്ത് സാധാരണ ഒരു തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തിയിട്ട് വിദ്യാർത്ഥികളെ അതുപോലെ യുവജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥ, ഇതൊന്നും ചെയ്യാൻ നമ്മൾ അത്തരത്തിലുള്ള ഒരു വാറോലകളുമായിട്ട് നടക്കാൻ നമ്മൾ തയ്യാറല്ല. ശാശ്വതമായ പരിഹാരം. ഞാനൊരു വാക്ക് തരുന്നു, നവാവിഷൻ്റെ ഈ ഒരു വോട്ട് വണ്ടിയോട് എനിക്ക് പറയാനുള്ളത്, യുവജനക്ഷേമയുടെ യൂത്ത് കോർഡിനേറ്ററും കൂടെ ആയിരുന്നു, എന്നിൽ ഈ ഒരു അവസരം വരുന്ന പക്ഷം അടുത്ത 5 വർഷത്തിനുള്ളിൽ കോട്ടക്കൽ നഗരസഭയിൽ സ്റ്റേഡിയം പണിതിരിക്കും. അതിനുവേണ്ട ചുക്കാൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പും അതിൻ്റെ നീക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് വരും. അത് ഈ പ്രദേശത്തുകാർക്കും ആശ്വാസമാകും. അതല്ലാതെ ഒരു വാറോലകൾ കാണിച്ച് നടക്കാൻ ഒരിക്കലും UDFൻ്റെ സംവിധാനം തയ്യാറല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എതിർ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ സമുന്നതനായ ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തിയാണ് വലിയ പറമ്പിലേക്ക് വന്നത്. തുടർന്ന് പിന്നെ വാർഡ് LDFൻ്റെ കയ്യിലേക്ക് ആവുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്കെതിരെയാണ് ഒരു ശക്തമായ മത്സരത്തിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം. പാർട്ടി നിയോഗിച്ചതാണെങ്കിൽ പോലും വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയുണ്ട്? ഈ വ്യക്തിക്കെതിരല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. ഒരിക്കലും വ്യക്തിക്കെതിരായിട്ട് ഇവിടെ മത്സരങ്ങൾ നടക്കുന്നില്ല. ഇവിടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, അത് പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് UDF തയ്യാറാവുകയാണ്. അതിനുവേണ്ടി എന്നെ അവർ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ, പെൻഷൻ ആവട്ടെ, സമ്പൂർണ്ണമായിട്ട് വാർഡിലെ പെൻഷൻ നമ്മൾ ഉറപ്പുവരുത്തുന്നേ, നമ്മളിതൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയല്ലേ. ഇവിടെയുള്ള സകല കാര്യങ്ങളിലും വീടുകൾക്ക് വേണ്ട മുഴുവൻ ജനക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യുക തന്നെ ചെയ്യും. അവരൊപ്പം ചേർന്ന് നോക്കും. ഞാൻ ഈ മണ്ണിൽ കളിച്ചു വളർന്ന ആളാണ്. എനിക്കറിയാം ഈ മണ്ണിൻ്റെ ഓരോ വീടിൻ്റെയും വികാരം എന്താ, ഓരോ കുടുംബത്തിൻ്റെ വികാരം എന്താണെന്ന്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ നാട് പുനർനിർമ്മിച്ചേ പറ്റുള്ളൂ. 10 വർഷം പുറകോട്ട് പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, തൊട്ടടുത്ത ഡിസ്പെൻസറി തൊട്ടടുത്ത പാപ്പായിൽ വന്നു, ഇൻഡോർ സ്റ്റേഡിയം വന്നു, കാവതികളത്ത് യുവതീക്ഷേമം വന്നു. ഇതൊന്നും നമ്മുടെ വാർഡിൽ വന്നില്ല. അവഗണനയാണോ? അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആമ്പാറ പോയി നോക്കിയാൽ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അത് രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരമേ ഇവിടെ അല്ല. ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അത് അവരോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഒരു ടീമാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത് കഴിഞ്ഞ 10 വർഷം ഒരു വ്യക്തി അല്ലെങ്കിൽ ചില ചുരുക്കം ആളുകളിലേക്ക് മാറിയപ്പോൾ. തീർച്ചയായിട്ടും UDF നല്ല അനുകൂല സാഹചര്യങ്ങളുണ്ട്. വോട്ടർമാരതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതനുസരിച്ചുള്ളൊരു മാറ്റങ്ങൾ ഇവിടെ നിന്നുണ്ടാകും. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വികസന പദ്ധതി ഈ കോട്ടക്കൽ നഗരസഭയിൽ എവിടെയും ഇല്ലാത്തതൊന്ന് ഷീ പാർക്ക് എന്നുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഷീ പാർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വാർഡിൽ വലിയപറമ്പ് മുതൽ കല്ലട വരെ സഞ്ചരിച്ച് നോക്കുമ്പോൾ MBA HR കഴിഞ്ഞ വിദ്യാർത്ഥിനികൾ, യുവതികൾ വീട്ടിലിരിക്കുന്നുണ്ട്. BSW കഴിഞ്ഞവർ, MSW കഴിഞ്ഞവർ, ഇത്തരത്തിലുള്ള BSc സൈക്കോളജി, MSc സൈക്കോളജി കഴിഞ്ഞ ആളുകൾ, ബിടെക്കുകാർ, നിരവധിയായ യുവതികളുണ്ട്. എന്തുകൊണ്ട് ഇവരെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ? അവർക്ക് വേണ്ടി ഒരു ഷീ പാർക്ക് വരുന്നു. ഞാൻ നേരത്തെ NSDCയിൽ കേന്ദ്ര സ്കിൽ ഡെവലപ്മെൻറ്റ് ആ ഒരു വിഭാഗത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. എന്നെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ യുവതികൾക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്വയം തൊഴിലിന് പ്രാപ്തമാക്കണം. ഒരു തലമുറ സൃഷ്ടിക്കണമെങ്കിൽ ആ വനിതകൾക്ക്, പുതിയ കാലത്തെ വനിതകളെ അവരെ കരുത്തുറ്റതാക്കിയേ പറ്റുള്ളൂ.
പറ്റുള്ളൂ, അവർക്ക് വരുമാന സ്രോതസ്സ് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ ഈ നാടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFൻ്റെ ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി സാരഥിയായിട്ട് എന്നെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട വോട്ടർമാർ, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും സജീവമായ പിന്തുണ നിങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സജീവമായ പിന്തുണ ഞങ്ങൾക്ക് നൽകണമെന്നുള്ളത് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ വാർഡിലെ ഒരു നിലവിലെ സ്ഥിതിയൊക്കെ? വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ? ഈ കല്ലട വാർഡ് എന്ന് പറഞ്ഞൊരു പുതിയ വാർഡാണ്. 11ാം വാർഡിൽ നിന്നും 12ാം വാർഡിൽ നിന്നും കൂടിയിട്ടുള്ളൊരു വാർഡാണ്. അത് ആ ഒരു വാർഡിൽ ഞങ്ങൾ വളരെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഒക്കെ സുപരിചിതനായ ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി 9ാം വാർഡിൽ നിന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിജയിപ്പിച്ച് പറഞ്ഞയക്കുന്ന ഒരു ഉറപ്പ് വരിക. കൂടെയുള്ളത് നമ്മുടെ കോട്ടക്കലിലെ ഒരു ഗായികയാണ് ഫാരിസ. നമുക്കറിയാം ഈ ഇലക്ഷൻ വരുമ്പോഴൊക്കെ പ്രചരണത്തിനൊക്കെ ഫാരിസയുടെ ഒരു ശബ്ദം എപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്. റോഡിലൊക്കെ വണ്ടികളിലും അങ്ങനെ എല്ലായിടത്തും കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഇത്തവണ നമുക്കൊരു പാട്ട് കേൾക്കാം. എന്തായാലും ഈ വാർഡിക്ക് വേണ്ടി പാടിയൊരു പാട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ? തൊട്ടടുത്ത വാർഡുകളിലെ പ്രചരണ ഗാനം ഏതെങ്കിലും ഏതാ? ശരി. ആനോളും പറയണ പുത്തൂരും പറയണ വോട്ടുകൾ സജനയ്ക്കെന്ന്, നമ്മുടെ വോട്ടുകൾ സജനയ്ക്കെന്ന്, നാടിൻ്റെ കാര്യങ്ങൾ ചേലോടെ ചെയ്യുവാൻ നായിക വന്നു വന്ന്, നമ്മുടെ നായിക വന്നു വന്ന്. നമ്മുടെ കൂടെ ഉള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു യൂത്ത് ആണ് അല്ലേ? MSFൻ്റെ കോളേജിലെ ജനറൽ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന ആളാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കല്ലട വാർഡിലെ ഈ ഒരു യുവാക്കന്മാരുടെ പ്രവർത്തനം? കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാൻഡിഡേറ്റ് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ഈ വാർഡിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങളാദ്യം തന്നെ MSF മുന്നോട്ട് വെച്ചത് എന്താ വെച്ചാൽ, ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ തന്നെ നമ്മൾ മുസ്ലിം ലീഗിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനായിരിക്കണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഫുട്ബോളിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, മനുഷ്യനാണ്. അപ്പോൾ ഈ നാട്ടുകാർ തിരഞ്ഞെടുത്താൽ ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം പ്രവർത്തനത്തിൽ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. എന്താവും ഇവിടെ ഒരു കൊണ്ടുവരാൻ പോകുന്നത് ഈ യുവാക്കൾക്ക് വേണ്ടിയിട്ട്? എന്താ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഇവിടെ കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ ലഹരിക്ക് പോകുന്നുണ്ട് കുട്ടികൾ, അതിൽ തടുത്ത് നിർത്താൻ മെയിനായിട്ട് കഴിയും. ഈ നഗരസഭയിലെ യൂത്ത് കോർഡിനേറ്റർ ആകുമ്പോൾ അറിയാലോ, കേരളോത്സവം കാര്യങ്ങൾ നടത്തിയിട്ടുള്ള നല്ല രീതിയിലുള്ള പരിചയമുണ്ട്. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ എന്തായാലും വരും, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ് വിജയാശംസകൾ. എനിക്ക് വേണ്ടി ഏറ്റുവാങ്ങി. ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. വിജയാശംസകൾ നേരുന്നു. പതിമൂന്നാം വാർഡ് ഈസ്റ്റ് വില്ലൂരിലെ LDF സ്ഥാനാർത്ഥി നൗഫൽ കടക്കാടനും പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് പറയാനുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ? ഈ ഇലക്ഷനെ ഇപ്പോൾ നേരിടുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആണുള്ളത്. കാരണം ഇവിടെ നമ്മളെ ഈസ്റ്റ് വില്ലൂരിനെ സംബന്ധിച്ചോളം ഇത്ര വർഷക്കാലമായിട്ട് ലീഗാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെവിടെ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കുറേ വർഷങ്ങൾ അല്ലേ, 60 വർഷത്തോളം UDFൻ്റെ ഒരു ഉരുക്ക് കോട്ടയാണ്. UDFൻ്റെ ഒരു ഉരുക്ക് കോട്ടയാണ്. ഇത്ര ഇവിടെ പഞ്ചായത്ത് നിലവന്ന് മുതൽ ഇവിടെ ഒരുപാട് പേര്, അതായത് സീഫാത്തിമ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചെയർമാനും ചെയർപേഴ്സണും ഒക്കെ വന്ന വാർഡ് തന്നെയാണ് മത്സരിച്ച് വിജയിച്ചു പോയതാണ്. പക്ഷേ ഇവിടെ ഒരു പദ്ധതി നിങ്ങൾക്കിവിടെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഒരു പദ്ധതി, ഒരു വികസനം എന്ന് പറയാനുള്ള ഒരു പദ്ധതി കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുഷറ ഷഫീർ, അതുപോലെ ഇപ്പോൾ മത്സരിക്കുന്ന ഷാന ഷഫീർ ആണെങ്കിലും ഈ 2 വർഷത്തിനുള്ളിൽ പദ്ധതികളൊന്നും കൊടുത്തിട്ടില്ല. ചെറിയ എന്ത് ചെയ്യുക, കേരള സർക്കാരിൻ്റെ ചെറിയ പദ്ധതികൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ ചില സംഗതികൾ, അതുപോലെ പിന്നെ ഈ മാസ്റ്ററിങ് ചെറിയ റേഷൻ ഇതുമായി ബന്ധപ്പെട്ട ചെറിയ മാസ്റ്ററിങ് പദ്ധതി, ഇതൊക്കെയുള്ള ക്യാമ്പയിനുകളല്ലാതെ ഒരു വികസനം അല്ല. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ പോയി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. വളരെ ദയനീയമാണ് ഇവിടെ പുന്നപ്പറമ്പ് പ്രദേശത്ത് റോഡിൻ്റെ അവസ്ഥകളൊക്കെ. അതുപോലെ റോഡുകളൊക്കെ പരിശോധിച്ചാൽ വളരെ കുണ്ടും കുഴിയും പറഞ്ഞാൽ ഒരു റോഡ് പോലും ഇപ്പോൾ അടുത്ത വർഷങ്ങളായിട്ട് ഈ കഴിഞ്ഞ ലാസ്റ്റ് 5 വർഷം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു റോഡൊന്നും ടാറിങ്ങൊന്നും ചെയ്യാതെ കുണ്ടും കുഴി വളരെ
അവസ്ഥകൾ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള വാർഡുകളിലൊക്കെ ഒരുപാട് മുനിസിപ്പാലിറ്റിനാണെങ്കിലും ഇപ്പോൾ ഹെൽത്ത് സെൻറ്റർ പോലുള്ള പദ്ധതി ഒരുപാട് സംഗതികൾ കേരള ഗവൺമെൻറ് കൊണ്ടുള്ള ഒരു പദ്ധതികളും നമ്മുടെ ഈ ഈസ്റ്റ് വില്ലൂർ പ്രദേശത്തേക്ക് ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല. അതിനെതിരെ ജനങ്ങൾ എന്ത് ചെയ്യും പ്രാവശ്യം നല്ല അമർഷത്തിലാണ്. അതിനുള്ളൊരു വിധിയെ ഇത് ഒരു ജനറൽ വാർഡാണ്, പക്ഷേ എതിർ സ്ഥാനാർത്ഥിയാണ് വനിതയാണ്. കാര്യത്തിൽ അത് അവരുടെ ഒരു കോൺഫിഡൻറ്റോട് അല്ലേ അവർ അങ്ങനെ ഒരു മത്സരത്തേക്ക് എത്തിയത്? അല്ല, എന്തിനെ പറ്റി ഞാനൊക്കെ അങ്ങനെ പറയാൻ കൊല്ല, കാരണം വെച്ചാൽ അത് ലീഗിൻ്റെ ഉള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണെന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. കാരണം ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കുടിവെള്ള പദ്ധതി ഇല്ലാത്ത ഒരുപാട് എല്ലാ പ്രാവശ്യം ഇവർ പ്രകടനപത്രികയിൽ പറയുന്നതാണ് ഈ കുടിവെള്ള പദ്ധതി കൊണ്ടുവരും. അതുപോലെ ഇവിടെ ഒരു കളിക്കാൻ യുവാക്കൾക്ക് ഒരുപാട് യുവാക്കൾ ഇപ്പോൾ 1200 വോട്ടർമാരുണ്ട്. ഇതിൽ ഭൂരിഭാഗം എന്ന് പറയാം എല്ലാം യുവാക്കളാണ്. അപ്പോൾ കളിക്കൊക്കെ ഒരുപാട് ക്ലബ്ബായിട്ടും ഇവിടെ നല്ല പേരിട്ട സ്ഥലമാണ് ഈസ്റ്റ് വില്ലൂർ. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് എല്ലാ പ്രാവശ്യം ഇവിടെ യൂത്ത് ആവശ്യപ്പെടുന്നതാണ്. ഗ്രൗണ്ട് എല്ലാ പ്രാവശ്യം പ്രകടനപത്രത്തിൽ ലീഗ് മുന്നോട്ട് വെക്കാറുണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം. അതുപോലെ കുളങ്ങളാണെങ്കിലും എന്ത് സംഗതിയാണെങ്കിലും ഇവിടെ ഒരു പദ്ധതിയും ഈ വർഷക്കാലമായിട്ട് ഇത്ര ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, മുൻപന്തിയിൽ നിന്നുകൊണ്ട് നാട്ടുകാരെ കൂടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നിൽക്കും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വോട്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്താണ്? കുടിവെള്ളം അല്ലാതെ? കുടിവെള്ളമാണ് മെയിൻ. കുടിവെള്ളം നിലവിൽ ഓക്കെ, പക്ഷേ അല്ലാതെ വേറെ പ്രയാസം ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് കുടിവെള്ളം. അല്ലാതെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്നുണ്ടോ? മറ്റുള്ളത് തന്നെ ഇപ്പോൾ യുവാക്കളാണെങ്കിൽ ഗ്രൗണ്ട് കളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അംഗനവാടികൾ, അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, അത് അങ്ങനത്തെയൊക്കെ നടപ്പാക്കിയിട്ടില്ലേ? അല്ല, അംഗനവാടി നടപ്പിലാക്കിയിട്ടുണ്ട്, ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. വേറെയുള്ള പദ്ധതികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇത്ര വർഷം, ഇപ്പോൾ ഈ 2 വർഷം മാത്രമേ ഞങ്ങൾ നാട്ടുകാർ എന്ത് ചെയ്തുള്ളൂ ഒരു കൗൺസിലർ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഇത്രയും വർഷക്കാലം ചെയർമാനും ചെയർപേഴ്സണും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും വിജയിച്ചു പോയിട്ടുണ്ട്. അവരൊന്നും ഈ നാട്ടിൽ ഇവിടുന്ന് ജയിച്ചിങ്ങോട്ട് പോകാമെന്നല്ലാതെ പിന്നെ ആ ഇലക്ഷൻ സമയത്ത് മാത്രമേ കണ്ടുവരാറുള്ളൂ. അപ്പോൾ നാട്ടിനെ സംബന്ധിച്ചുള്ള ഒരു കൗൺസിലർ എന്താണെന്നുള്ള ഈ നാട്ടുകാർ ഇത്രയും കാലമായിട്ട് അറിഞ്ഞിട്ടില്ല. അത് നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവും, ഒരു കൗൺസിലറായിട്ട് നാട്ടുകാർ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്താണ് പറയാനുള്ളത്? ഈ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ ഒരു ബൈ ഇലക്ഷനൊക്കെ വന്ന ഒരു വാർഡാണ്. ഇവിടുന്ന് പ്രസിഡൻ്റായിരുന്ന ആൾ ഈ വാർഡിലെ മെമ്പറായിട്ട് മത്സരിച്ചിരുന്നു. അങ്ങനെ എന്താണ് ഈ വാർഡിലെ ഒരു ഇപ്പോഴത്തെ ഒരു 8 വർഷമായിട്ട് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഉണ്ടായിരുന്ന ഒരു വാർഡാണ് 8 വർഷം. കേരളത്തിൽ തന്നെ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ചെയർപേഴ്സൺമാർ മാറി ഭരിച്ച ഏക മുനിസിപ്പാലിറ്റി കോട്ടക്കൽ മുനിസിപ്പാലിറ്റികൾ. അത് സാധാരണ ഉണ്ടാവൽ ചെയർപേഴ്സൺ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ മരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയത്തിലുണ്ടാവുക. അത് കേവലം വിഭാഗീയതൻ്റെ പേരിൽ 3 തവണ ചെയർപേഴ്സൺമാർ മാറി ഭരിച്ച ഒരു വാർഡാണ് മുനിസിപ്പാലിറ്റിയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി. ഇവിടെ നിന്നായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ചെയർപേഴ്സൺ മത്സരിച്ച് പോയത്. ആ ടൈമിൽ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതോട് കൂടിയിട്ട് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇവിടുത്തെ വാർഡ് കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാജിവെക്കുകയും ചെയ്തു. അപ്പോഴും ബൈ ഇലക്ഷനെ നേരിടുമ്പോൾ പ്രധാനപ്പെട്ട പാർട്ടി നൽകുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്താലും ഞങ്ങളെ ജയിക്കും എന്നൊരു ധാർഷ്ട്യം. ആ ധാർഷ്ട്യമാണ് ഈ വാർഡിനെ 60 വർഷമായിട്ട് ഈ കോലത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ വാർഡിൽ നോക്കുമ്പോൾ ഇത്രയധികം ചെയർപേഴ്സൺമാരും വരും ജയിച്ചു പോയൊരു വാർഡിൽ മറ്റ് വാർഡിനെ അപേക്ഷിച്ചിട്ട് ഒരൊറ്റ വികസനം ചൂണ്ടിക്കാണിച്ച് തന്നാൽ ഒരു ഭരണം നമ്മൾ അംഗീകരിക്കാം. ആരോഗ്യ മേഖലയിലായിക്കോട്ടെ ഒരു സംഗതിയെങ്കിലും കാണിച്ചു തന്നാൽ. തൊട്ടപ്പുറത്തൊക്കെ വാർഡിൽ ഒരുപാട് ഡിസ്പെൻസറികൾ, ഹെൽത്ത് സെൻ്ററുകളൊക്കെ വളരെ പ്രവർത്തനക്ഷമമായി നടക്കുന്നു. കുറച്ചപ്പുറത്ത് ബാഗ് നിർമ്മാണ യൂണിറ്റ്, അതുപോലെ സ്ത്രീകൾക്ക് തൊഴിലവസരം നൽകുന്ന സംഗതികൾ രൂപീകരിക്കപ്പെടുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ പഞ്ചായത്ത് ഭരിക്കണ കാലം തൊട്ട് ജയിച്ചു പോയിട്ട് ഈ വില്ലൂരിനെ ജനമധ്യത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരൊറ്റ വികസനം പോലും നടപ്പിലാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് പാർട്ടി ആയാലും എന്ത് വന്നാലും ഞങ്ങളെ ജയിക്കുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എല്ലാം നിസ്സാരമാണ്. കാരണം ഇലക്ഷൻ്റെ തൊട്ട് മുന്നേ കുറച്ച് ചെടിച്ചട്ടിയോ തെയ്യോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ തന്നെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാം എന്നൊരു വിദ്യയാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 റോഡുകളുണ്ട്. ഒന്ന് കുറച്ചപ്പുറത്ത് വലിയ ഇടവഴി റോഡ്, ഈ റോഡ്, പുന്നപ്പറമ്പ് റോഡ്. ഇത് കേവലം ബാധിച്ച് ജയിക്കാൻ വേണ്ടി പറയുന്നില്ല. നിങ്ങൾ വണ്ടി എടുത്ത് വന്നാൽ ക്യാമറയിൽ ഞങ്ങൾ കാണിച്ചു തരാം. കുണ്ടും കൊയ്യും നിറഞ്ഞ റോഡുകൾ. കുറച്ചപ്പുറത്ത് പാപ്പായിന്ന് ഇറങ്ങി വരുന്നൊരു വഴിയുണ്ട്.
ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജയിച്ചു പോയ ഒരു കൗൺസിലറിന് മുനിസിപ്പാലിറ്റി അതിൽ എന്ത് ഫണ്ട് വെച്ചു? MP ഫണ്ടിൻ്റെ ആദ്യ ഗഡു എന്ന നിലക്ക് അവിടെ സ്ലാബിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം എന്നും അംഗീകരിക്കും. മുനിസിപ്പാലിറ്റിയിലേക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു കൗൺസിലർ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ വാർഡിൽ എന്ത് ചെയ്തു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കണേ. രണ്ടാമതായിട്ട് ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ഒന്ന് പെൻഷൻ മെസ്റ്ററിങ്, കേരള സർക്കാർ പാസ്സാക്കുന്ന പദ്ധതി. 2 K-ഫോൺ ക്യാമ്പ്, കേരള സർക്കാർ പാസ്സാക്കുന്ന പദ്ധതി. ഇപ്പോൾ ഇവിടെ മാസം നമ്മളെ രോഗികൾക്കുള്ള മരുന്നും നൽകണ്ടേ? കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത്, കൃഷി വകുപ്പിൻ്റേത്, പ്രവാസികൾക്ക് വേണ്ടി പദ്ധതി ആവിഷ്കരിച്ചു. ഇതെല്ലാം കേരള സർക്കാരിൻ്റെ പദ്ധതികളെ ഒരു ക്യാമ്പ് രൂപത്തിൽ ആവിഷ്കരിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു തെറ്റിദ്ധാരണ വരും, ഭയങ്കര വികസനം നടന്നില്ല. അതിന് പ്രധാന കാരണമായിട്ട് വരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും കാലം നാട്ടിലെ ഒരു കൗൺസിലർ ജയിച്ചിട്ടില്ല. പുറത്തത്തെ കൗൺസിലർമാർ ജയിച്ചു പോകുമ്പോൾ ഇവർക്ക് കൗൺസിലറിൻ്റെ ഉത്തരവാദിത്തം എന്താ, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയണില്ല. അപ്പോൾ ഈ കേവലം ഒരു 5-6 മാസം കൊണ്ട് ഇത് കാണുമ്പോൾ ഇത് വികസനമാണെന്ന് തോന്നിപ്പോവാണ്. ജസ്റ്റ് ഈ 3 റോഡുകൾ പരിശോധിച്ചാൽ തന്നെ ഒരു വാർഡിൻ്റെ മർമ്മപ്രധാനമായ വികസനം ആ വാർഡിലെ ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള കർത്തവ്യമാണ്. അത് ഈ പ്രധാനപ്പെട്ട 3 റോഡും ചെയ്തിട്ടില്ല. ബൈ ഇലക്ഷൻ ടൈമിലും പറഞ്ഞത് എന്താ, പാസ്സായിട്ടുണ്ട് ചെയ്യും. ഇത് ജനങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന റോഡ്, പിന്നെ ഈ 4 റോഡ് ഇത് പരിശോധിച്ചാൽ തന്നെ കേവലം ഇവിടുത്തെ വികസനം എന്താണെന്നുള്ളത് വ്യക്തമാവും. 2 എല്ലാ വർഷവും വെക്കുന്നതാണ് നമ്മളെ സ്ഥാനാർത്ഥി പറഞ്ഞ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. അങ്ങനെ പ്രകടന പത്രിക ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിയാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയുള്ളത്. ഇപ്പോൾ അത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണല്ലോ ഒരു ജനറൽ വാർഡിൽ ഒരു വനിത മത്സര രംഗത്തേക്ക് എത്തുന്നത്. അത്രയും കോൺഫിഡൻ്റ് ആണ്. അതിനെന്താണ് പറയാനുള്ളത്? അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ആദ്യം നമ്മുടെ പാർട്ടിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈസ്റ്റ് വില്ലൂരിൽ നമ്മളെ CPM ആണ് ആദ്യം നമ്മുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മളെ സ്ഥാനാർത്ഥിയെ നേരിടാൻ പറ്റിയത് അവർക്ക് അനുയോജ്യമെന്ന് തോന്നിയത് അവർ പ്രഖ്യാപിച്ചു. അവരുള്ളിലെ വിഭാഗീയതയോ പ്രശ്നങ്ങളോ ആണെങ്കിൽ അത് അവരുമായിട്ട് ചോദിക്കുക, അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുക. അതിന് നമുക്ക് മറുപടി പറയാനുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടി ആരെയാണോ നിർത്തിയത് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് 24 ഹവേഴ്സും പ്രവർത്തിക്കും. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു മത്സരം പൊതുവെ വിലയിരുത്തിയാൽ? മത്സരം പൊതുവേ നമ്മളെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിത്വത്തേക്ക് വന്നപ്പോൾ പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന വ്യക്തിയല്ല. കേവലം ഒരു 10-15 വയസ്സ് മുതൽ തന്നെ പൊതുമേഖല പ്രവർത്തനങ്ങളിൽ വളരെ നമ്മൾ പറയുമ്പോൾ അത് നമ്മളെ പുകയത്തുന്ന പോലെ ആവും. ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുക ഇവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നുള്ളത്. ആരോഗ്യ മേഖലയിലായാലും ആർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് നട്ടപ്പാതിരക്ക് വിളിച്ചാലും ഓടിച്ചെല്ലുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ കേവലം സ്ഥാനാർത്ഥി ആവാൻ വേണ്ടിയിട്ട് പൊതുപ്രവർത്തനം ചെയ്യണമല്ലോ, പൊതുപ്രവർത്തനം ചെയ്തു വരുന്നൊരു സ്ഥാനാർത്ഥിയോട് നമ്മൾ നല്ല മാറ്റമുണ്ട്. തീർച്ചയായും ജനങ്ങളടിയേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ലൊരു ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കോൺഫിഡൻ്റ് ആണോ ഇത്തവണ? 100% കോൺഫിഡൻറ്റ്. ഒരുവിധ റോഡൊക്കെ പാച്ച് വർക്ക്, ഒരു 8-9-10 സ്ഥലത്തോളം പാച്ച് വർക്ക് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ദേവാസറിൻ്റെ മുന്നിൽ അവിടെ വണ്ടി ചാട്ടാണ്. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ആകുമ്പോഴേ 3 ചക്രമാണല്ലോ. ഇപ്പോൾ നമ്മൾ 2 വീലർ ആണെങ്കിൽ എങ്ങനെയാലും ചാടിക്കാം, 4 ചക്രവും ചാടിക്കാം. ഓട്ടോറിക്ഷ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ചക്രം ചാടും. ചുരുക്കി പറഞ്ഞാൽ രാവിലെ ഒരു 3 ദോശ തിന്ന് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനുള്ളത് വിശന്ന് ചാടിയിട്ടേ. പിന്നെ അതായത് ഇപ്പം ദേവസ്വൻ്റെ അവിടെ, പിന്നെ നമ്മൾ ഷാവുൽ ഹമീദ് കോൺട്രാക്ടർ അവിടെ ഭയങ്കര ചാട്ടുണ്ട്, അതൊന്നും നേരാക്കിയിട്ടില്ല. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ഉള്ളത് പിന്നെ ഹുസൈൻ മാസ്റ്റർ, കോങ്ങാടൻ ഹുസൈൻ മാസ്റ്ററിൻ്റെ റോഡിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ളത് ഫുള്ള് നന്നാക്കാനുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത്, പിന്നെ നമ്മളെ ആലുകുറ്റാക്കാൻ്റെ അവിടെ, അതായത് പച്ചേരി അബു താമസിക്കേണ്ട വീടിൻ്റെ മുന്നിൽ കൂടി പച്ച മോശമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നുള്ളത് ഇവിടെ വലിയടവൈ ആ റോഡ് മോശം. അങ്ങനെ ഒരുപാട് റോഡുകൾ നന്നാക്കാണ്ട്. പിന്നെ കുടിവെള്ള പ്രശ്നം എല്ലാ വാർഡിലെയും പോലെ ഇവിടെയുണ്ട്. നമ്മളെ മുസകുട്ടിയാജിയുള്ള കാലത്ത് 15 വർഷം മുന്നല്ലേ ഇവിടെ ഒരു കിണർ കുത്തി. ഇപ്പോൾ കിണർ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ പൈപ്പ് ഇട്ടിട്ടുണ്ട്, പൈപ്പ് പാറിൻ്റെ മുകളിൽ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഈ കൂടി കാറ്റാണ് വരുന്നത് വെള്ളത്തിന് പകരം. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വെള്ളം കുടിക്കണോ അതോ കാറ്റ് ശ്വസിച്ചാൽ മതിയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ഇനിയും വരാനുണ്ട്, വികസനങ്ങൾ കുറേ വരാനുണ്ട്. അതൊക്കെ പറഞ്ഞോ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ച് വരുമ്പോൾ? എല്ലാം പറയലുണ്ട്, നമ്മളെ ആവശ്യങ്ങളൊക്കെ പറയലുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം, കുടിവെള്ള പ്രശ്നം എല്ലാം പറച്ചിലുണ്ട്. ശരി, ഇത്രയാണ് എനിക്ക് പ്രശ്നം. പക്ഷെ കഴിഞ്ഞ തവണ ആ ഒരു ഭരണത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അല്ലേ, ആണോ പറയുന്നത്? ഫുൾ ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ കുറവുണ്ട്. എല്ലാം പറയണൊക്കെ ശ്രദ്ധിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ മാറ്റങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ, ഞാനിപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്. എൻ്റെ റോഡ് ഒരു വലിയ പ്രശ്നമാണല്ലേ? അതെ, റോഡ് വലിയ പ്രശ്നമാണ്.
പിന്നെ നമ്മളെ ഈ ആശേരിപ്പടി, അത് നമ്മളെ വാർഡാണോ? ആശേരിപ്പടി അല്ല, അതൊരു വാർഡ് മാറിയിട്ടുണ്ട്. അങ്ങനെ കുറേ വലിയ പ്രശ്നമുള്ളത് ഇപ്പോൾ റോഡിൻ്റെ പ്രശ്നമാണ് വലുത്. ഇത്തവണ ആരായാലും വിജയിച്ചു വന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, പരിഹാരം ഒരു മാറ്റം ആവശ്യമാണ്. ഇപ്പം 50 കൊല്ലമായിട്ട് ഒരേതാണല്ലോ, ഇപ്പം നമ്മൾ തന്നെ കാണുന്നതല്ല റോഡെല്ലാം. സ്ഥാനാർത്ഥിക്കായി ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. വിജയാശംസകൾ നേരുന്നത്. പക്ഷമറിയാൻ ജനപക്ഷമറിയാൻ നമ്മുടെ ചിഹ്നം പടയൊരുക്കം യാത്ര നഗരസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കോട്ടക്കൽ നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷം ഈ നാടിനെ നയിച്ച 32 കൗൺസിലർമാർ പടിയിറങ്ങുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് നമ്മളുടെ പര്യടനം ആരംഭിച്ചത്. ചിത്ര, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു പര്യടനം? ഇന്ന് നമ്മൾ കോട്ടക്കലെ 2-3 മെയിൻ വാർഡുകളൊക്കെ സന്ദർശിച്ചു. ഒരുപാട് ചെയർപേഴ്സൺമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ വന്ന വാർഡുകൾ അല്ലേ? അവിടെയൊക്കെ നമ്മൾ പോയി 2 മുന്നണിയിലുള്ള ആൾക്കാരെയും കണ്ടു, സംസാരിച്ചു. ചിത്രയ്ക്ക് എന്താ തോന്നിയത് ഒരു പ്രത്യേകത? എനിക്കിന്ന് അവസാനം നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു സാധാരണ ഒരു വോട്ടർ ഒരു അഭിപ്രായം പറഞ്ഞു, അനുകൂലമായിട്ട് അയാൾ ചെയ്യുന്ന സഹായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മളതൊക്കെ ഷൂട്ട് ചെയ്ത് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു അത് കൊടുക്കരുത്, സഹായം സ്വന്തം 2 വോട്ട് കിട്ടുകയാണെങ്കിൽ പോലും അത് കൊടുക്കണ്ട, അത് കൊടുക്കരുത് എന്ന് പറഞ്ഞത് എനിക്ക്. അപ്പൊ അത്ര ആത്മാർത്ഥതയുള്ള ആൾക്കാര് ഉണ്ട് എന്ന് അറിയുന്നത് നമുക്കുള്ളൊരു സന്തോഷം അല്ലേ? രാഷ്ട്രീയം എന്ന് പറയുന്നത് കള്ളവും ചതിയും മാത്രമല്ല, അതിലൊരുപാട് നന്മയുള്ളവരുണ്ട്. തീർച്ചയായും നമ്മുടെ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന പിന്നെ അതുപോലെ തന്നെ നമ്മളെ പറഞ്ഞ 1-2 സ്ഥാനാർത്ഥികൾ മറ്റ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് സ്കിപ്പായിട്ടുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് ഏകപക്ഷീയമായി പോകേണ്ട സാഹചര്യം വരും, സ്വാഭാവികമാണ്. നമുക്ക് എല്ലായിടത്തും എത്താണ്ടാണ് നമ്മൾ പറഞ്ഞ് അവരുടെ സമയം കൂടി കിട്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് നാളെ മറ്റു വാർഡുകൾ തേടിയുള്ള യാത്ര തുടരാം. അതുവരെ ബായ്.